ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. അപ്പാ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ അപ്പാ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരുവിധ യോഗ്യതകളില്ല. അപ്പൻ്റെ കൃപയാൽ ഇന്ന് പകലിൽ നീ എന്നെ മറയ്ക്കണമേ. ഇന്ന് പകൽ അല്പസമയം ഞങ്ങൾ ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കുന്നു. അപ്പാ, നീ ഞങ്ങളെ ഓർക്കണമേ. നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. നീ ഞങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം. നീ ഞങ്ങളെ കരുതിയതിനായി സ്തോത്രം. നീ ഞങ്ങളെ പരിപാലിച്ചതിനായി സ്തോത്രം. ഇന്ന് പകലിൽ ആമേൻ ഭവനങ്ങളിൽ നിന്ന് കടന്നു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ നിരാശകളെയും, എൻ്റെ ഭവനത്തിനകത്ത് നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും, എൻ്റെ ഭാരങ്ങളെയും, എൻ്റെ നിരാശകളെയും, എൻ്റെ സാമ്പത്തിക നിരാശകളെയും, എൻ്റെ ആകുല ചിന്തകളെയും ഇന്ന് പകലിൽ ഞാൻ ദൈവസന്നിധിയിൽ ഇട്ടുകൊള്ളുന്നു. അപ്പനെ, നീ ഇന്ന് പകലിൽ എന്നെ പണിയണമേ. വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ഇന്ന് പകൽ ഒരു വ്യത്യാസം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകണമേ. വായികളെ തുറന്ന് സ്തുതിച്ചാട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവിനെ അധരങ്ങളെ തുറന്ന് ആരും മിണ്ടാതിരിക്കരുത്, ആരും വായികളെ തുറക്കാതിരിക്കരുത്. കരയുവാൻ കഴിയുമെങ്കിൽ, അന്യഭാഷകൾ സ്തുതിക്കുവാൻ കഴിയുമെങ്കിൽ വായികളെ തുറന്ന് ദൈവത്തിന്റെ വചനം ഇപ്രകാരം വിളിച്ചു പറയുന്നു, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാനതിനെ നിറയ്ക്കാം. ഇന്ന് പകലിൽ വായികളെ ആര് വിസ്താരത്തിൽ തുറക്കുമോ നിന്നെ ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിയും. നിനക്ക് വിരോധമായി കെട്ടിയ കെട്ടുകളെ ഇന്ന് പകൽ കർത്താവ് അഴിക്കും. നിന്റെ കുടുംബത്തിന് വിരോധമായി കെട്ടിയ ചില കൂട്ടുകെട്ടുകളെ, നിന്റെ സമ്പത്തിന് വിരോധമായി, നിന്റെ ആരോഗ്യത്തിന് വിരോധമായി, നിന്റെ നന്മകൾക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വിരോധമായി ആരൊക്കെയോ ചേർന്ന് കെട്ടിയ ചില കെട്ടുകളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അഴിക്കുന്ന ഒരു പകലാ. ചുടമന അധാരകടക ശബ്ദര വായികളെ തുറന്ന് അഭിഷേകത്തോടെ അന്യഭാഷകളിൽ വായികളെ തുറന്ന് ഇന്ന് പകലിൽ ചില മിനിറ്റുകൾ പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചൂടമന ഹദാരകടക ശബ്ദനാരകൽ കടകസി അർത്ഥനാരകൽ പ്രൗഢമന. അടുത്തൊരു കാൽവെപ്പ്, അടുത്തൊരു കാൽച്ചുവട് ഇനി ഒരിക്കലും മുൻപോട്ട് വിടത്തില്ലെന്ന് പറയുന്ന ശത്രുവിന്റെ മുൻപാകെ ഇനിയൊരു കാൽച്ചുവട് നിന്റെ കുടുംബത്തിന് ഇല്ലെന്ന് പറയുന്ന ശത്രുവിന്റെ മുൻപേ ചില കാൽച്ചുവടുകളെ വെക്കുവാനുള്ള അധികാരം ചൂടമന അധാരകടക ശബ്ദനാരകൽ പ്രൗഢമന കർത്താവേ, അടിയൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്ന നിരാശകൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ സകലതും ഇന്ന് പകലിൽ അപ്പന്റെ സന്നിധിയിൽ അറിഞ്ഞുകൊള്ളട്ടെ. ഇന്ന് പകലിൽ അവർ വായികളെ വിസ്താരത്തിൽ തുറന്നായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിറയ്ക്കണമേ. ശുശ്രൂഷിപ്പാൻ അടിയനെ കർത്താവ് ബലപ്പെടുത്തണമേ. അങ്ങ് ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ മാറ്റമില്ലാത്ത ശബ്ദം എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ശബ്ദമല്ല, അടിയന്റെ നാവിൽ നിന്ന് കേൾക്കുന്നത് മുഴുവനും അപ്പന്റെ ശബ്ദമായി തീരട്ടെ. തേനിനേക്കാളും തേൻ കട്ടയെക്കാളും വനത്തിന്റെ തോലിരിക്കുമാറാക്കുന്ന ശബ്ദം ഇന്ന് പകലിൽ ഹൃദയങ്ങളെയും അന്തരങ്ങളെയും കർത്താവ് ഇന്ന് പകൽ തൊടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ആമേൻ, എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇരിക്കുന്ന സമയമൊക്കെ ഈ പ്രാർത്ഥനയോടെ, സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുക. കർത്താവിന് ഇന്ന് പകലിൽ നമ്മുടെ ഇടയിൽ ചിലത് ചെയ്യുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ആരൊക്കെ ആമേൻ പ്രാർത്ഥനയോടെ ഇന്ന് പകലിലായിരിക്കുമോ ആമേൻ, കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. നമ്മുടെ ഭാരങ്ങളെ എടുത്തു മാറ്റുന്ന വലിയൊരു ദൈവ പ്രവൃത്തി ഇന്ന് പകലിൽ ഇതിനകത്ത് കർത്താവ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിലും അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം ആമേൻ, അതിൻ്റെ 5-ാമത്തെ വാക്യം അവസാന ഭാഗം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 5-ാമത്തെ വാക്യം, അതിൻ്റെ അവസാന ഭാഗം. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കട്ടെ. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതമാം സാഗരേ ഓളങ്ങളേറിടുമ്പോൾ താണു വീണു പോകാതെ, ജീവിതമാം സാഗരേ ഓളങ്ങളേറിടുമ്പോൾ താണു വീണു പോകാതെ, യേശു എൻ്റെ തോണിയിൽ അമരക്കാരനായുള്ളപ്പോൾ ഞാൻ തെല്ലും ഭയപ്പെടാതെ.
ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പകലിൽ പാട്ടിലൂടെ കേട്ടു, യേശു എൻ്റെ ആമേൻ തോണിയിൽ അമരക്കാരനായുള്ളപ്പോൾ ഞാൻ തെല്ലും ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ആമേൻ. നമ്മൾ നമ്മുടെ റൂട്ടിനകത്ത്, ആമേൻ, കർത്താവിൻ്റെ റൂട്ടിനകത്ത് നമ്മൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ലക്ഷ്യം മുഴുവൻ, നമ്മുടെ ഫോക്കസ് മുഴുവനും കർത്താവിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാറ്റ് വരും, പ്രതികൂലം വരും, ആമേൻ, ഓളങ്ങളും തിരമാലകളും എല്ലാം പടകിനെ തകർക്കുന്ന തരത്തിൽ ആഞ്ഞടിക്കും. പക്ഷേ അമരക്കാരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവായ അമരക്കാരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്ഥാനത്തും നമ്മൾ ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല, നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ചെങ്കടൽ വരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെരിഹോ മതിൽ നമുക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കും. ആമേൻ. ഹല്ലേലൂയ. ഈ ചെങ്കടലിനെ കടക്കുവാനും യെരിഹോ മതിലിനെ വീഴ്ത്തുവാനും ആമേൻ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ കൂടെ ഉള്ളവനാണ് ഈ ലോകത്തിലെ മറ്റുള്ളവരെക്കാൾ ഏറ്റവും വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാ? ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ബലം തരുന്ന നമ്മുടെ ഭർത്താവിനേക്കാൾ, നമുക്ക് ബലം തരുന്ന നമ്മുടെ ഭാര്യയേക്കാൾ, ആമേൻ, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ മക്കളേക്കാൾ ഏറ്റവും വലിയവൻ. ഹല്ലേലൂയ. ആമേൻ. ഭർത്താവ് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സങ്കടം വരും, ഭാര്യ പറയുമ്പോൾ നമുക്ക് സങ്കടം വരും, മക്കൾ ആമേൻ പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. പക്ഷേ ഒരു സ്ഥാനത്ത് മാറ്റി നിർത്താത്ത ഒരു ദൈവമുണ്ട്. ആമേൻ. അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവിന് നമ്മളെ ഒത്തിരി ഇഷ്ടമാണ്, ആ കർത്താവിന് നമ്മളെ ഒത്തിരി സ്നേഹമാണ്. ആമേൻ. അവൻ്റെ കരുതൽ കൊണ്ട് നമ്മൾ ഇന്നും ജീവനോടെ ഇതിനകത്തായിരിക്കുന്നത്. അല്ലെങ്കിൽ എത്ര വട്ടം നമ്മൾ ഇട്ടേച്ചു പോയപ്പോൾ, എത്ര വട്ടം നമ്മൾ തള്ളിക്കളഞ്ഞപ്പോൾ, നമ്മളെ തള്ളിക്കളയാതെ ചേർത്ത് നിർത്തിയ ആ ദൈവത്തിൻ്റെ സ്നേഹം, അതുകൊണ്ടാണ് ഇന്ന് പകലും ഇതിനകത്ത് ആത്മനിറവിൽ ഇത്രയും വളരെ സന്തോഷത്തോടെ ഈ കഠിന ചൂടിലും നമുക്ക് ഇതിനകത്തായിരിക്കാൻ കഴിയുന്നത്. ആ കർത്താവിനെ ഒന്നുകൂടെ ഇന്ന് പകൽ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മളിവിടെ വായിച്ചു കേട്ടു. ആമേൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, അതിൻ്റെ അവസാന ഭാഗം. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. കഴിഞ്ഞ ആമേൻ 8-ാം തീയതി ആമേൻ ഇവിടുന്ന് മധ്യപ്രദേശിലേക്ക് യാത്ര തിരിക്കുമ്പോൾ, ആമേൻ, അതിന് 2 ആഴ്ച മുമ്പ് ഞാൻ പാസ്റ്ററോട് പറഞ്ഞിട്ട് പോയത്, ആമേൻ, ഈ 16 ദിവസം ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള 6 ദിവസത്തെ ട്രെയിൻ യാത്ര ആമേൻ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യും. ആമേൻ. എനിക്ക് കർത്താവ് തരുന്ന ആലോചനകളെ നോട്ട് ചെയ്യുവാൻ ഞാനൊരു പുതിയ ബുക്കും മേടിച്ച്, ഒരു പേനയും മേടിച്ച്, ആമേൻ, ഞാൻ എൻ്റെ ബൈബിളിനോടൊപ്പം ചേർത്ത് വെച്ചിട്ട് ആമേൻ ഞാൻ ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പദ്ധതി ഒന്നായിരുന്നു, എൻ്റെ ഇഷ്ടം ഒന്നായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് ആമേൻ ഞങ്ങളെ നിയന്ത്രിച്ചത് മുഴുവനും ഞങ്ങളെ കൊണ്ടുപോയതും കർത്താവായിരുന്നു. കാരണം ആ ടിക്കറ്റ് എടുത്ത അന്ന് മുതൽ ആമേൻ ഇതുവരെയും ഇല്ലാത്ത പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. ഞാൻ ആമേൻ ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നതിന് തൊട്ട് മുൻപ്, ഏകദേശം 1.5 മണിക്കൂറിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തും ആമേൻ എൻ്റെ കയ്യിൽ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ഞാൻ യാത്ര ചെയ്ത്. ന്യൂമോണിയൻ്റെ ഫസ്റ്റ് കഫക്കെട്ട് ആമേൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആമേൻ. അപ്പോഴും പാസ്റ്റർ പറഞ്ഞു, നിനക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യുവാൻ പറ്റുമോ? ആൻറ്റിയും ആമേൻ പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് 2 പേർക്കും പോകാൻ പറ്റുമോ? കാരണം ആമേൻ ഞാൻ വിശ്വാസത്തോടെ പറയുവാനിടെ എന്തൊക്കെ പ്രശ്നം വന്നാലും ആമേൻ ഞാൻ ഇവിടം വിട്ടു പോയിരിക്കും. കാരണം ആമേൻ അത്രത്തോളം ഒരു ദൈവിക പ്രവൃത്തി എനിക്ക് ആമേൻ എന്നെ ക്ഷണിച്ച ഫാമിലിയെ ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. ജസ്റ്റ് ഒരു 2 തവണ മാത്രമേ ആമേൻ ആ പാസ്റ്ററുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ. എനിക്കല്ലാതെ ഒരു വ്യക്തിബന്ധമില്ല. പക്ഷേ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് അന്ന് മുതൽ എന്നോട് ആമേൻ ഇടപെടുവാനിടയായി. ആമേൻ നിന്നെ ഞാൻ അയച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ ഞാൻ അവിടെ ചിലത് ചെയ്യും. അപ്പോഴും ആമേൻ എൻ്റെ ഉള്ളിൽ ഞാൻ എന്താണ് അവിടെ പോയി പറയേണ്ടത്, എന്താണ് മെസ്സേജ് കൊടുക്കേണ്ടത്, ഇതൊന്നും എൻ്റെ ഉള്ളിലില്ല. ആമേൻ. എന്നോട് കർത്താവ് പറഞ്ഞു, നീ യാത്ര ചെയ്ത് തുടങ്ങിക്കോ, ഞാൻ നിന്നോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് വല്ലാത്തൊരു ടെൻഷനൊക്കെ തോന്നി. എങ്കിലും ആമേൻ കർത്താവ് പറഞ്ഞതല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആമേൻ എല്ലാവരും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി, പോകാതിരിക്കാൻ വേണ്ടി ആമേൻ പാസ്റ്റർ 3 ദിവസം വരെ ഉപവാസം എടുത്തു നോക്കി. ആമേൻ അതിലൊന്നും ആമേൻ ഞാൻ പിന്തിരിഞ്ഞില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതൊരു തമാശയാണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ആമേൻ. കാരണം ആമേൻ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന
ഒത്തിരി പ്രതികൂലത്തിൻ്റെ അവസ്ഥകൾ, ഒത്തിരി പ്രതിസന്ധികൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ, ഒത്തിരി സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ആമേൻ. പ്രത്യേകാൽ ആമേൻ കുഞ്ഞിനെ ആമേൻ ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് 1.25 വയസ്സേ ആയിട്ടുള്ളൂ, അവൻ എന്നെ കാണാതെ നിൽക്കുമോ? ഇതൊക്കെയും ആമേൻ എൻ്റെ മുൻപിലുള്ള ചില ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. പോവാൻ ടിക്കറ്റ് എടുത്ത അന്ന് മുതൽ എല്ലാവരുടെയും ചോദ്യം ഇതാണ്. പക്ഷേ ആമേൻ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തോടെ നീ പോകുക, എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. എന്തായാലും അതൊരു ആമേൻ ട്വിസ്റ്റായി ഏറ്റെടുത്ത് ആമേൻ പോകാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു. ആമേൻ ഞങ്ങൾ ഇവിടെ വന്നു. ആമേൻ ഏകദേശം 5 ദിവസം എൻ്റെ കൈകളിൽ ആമേൻ ആൻറ്റിബയോട്ടിക് എടുത്തു. ആമേൻ ഇനി കുത്താൻ ഇടവില്ല. വേദന കൊണ്ട് ഞാൻ കരഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞു, കർത്താവേ ആമേൻ ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിരിക്കും. തലേ ദിവസവും അവിടുന്ന് പാസ്റ്റർ വിളിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, സിസ്റ്ററെ വരുന്നതിന് തടസ്സങ്ങളാണല്ലോ മുഴുവനും. ഞാൻ പറഞ്ഞു, അമ്മമ്മേ പാസ്റ്ററെ എനിക്ക് മൂക്കിൽ ശ്വാസമുണ്ടെങ്കിൽ ആമേൻ എനിക്ക് എഴഞ്ഞെങ്കിലും എത്താൻ പറ്റുമെങ്കിൽ നിശ്ചയമായും ഞാൻ അവിടെ വന്നിരിക്കും. കർത്താവിന് എന്തോ ചെയ്യുവാനുണ്ട്. അവരും പറഞ്ഞു, അതെ കർത്താവിന് ഇതിനകത്ത് എന്തോ ചെയ്യുവാനുണ്ട്. ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ കോളിളക്കം മുഴുവനും ആ ദേശത്തും ആ കുടുംബത്തിനകത്തും ഉണ്ടായി. ഞങ്ങളോട് അതൊന്നും അവർ പറഞ്ഞില്ല. ഞങ്ങൾ വിശ്വാസത്തോടെ ഇവിടെ നിന്ന് യാത്ര ചെയ്തു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ യാത്ര തിരിക്കുവാനിടയായി. ആമേൻ അങ്കിള ശശിയങ്കിള ആമേൻ ഞങ്ങളെ കൊണ്ടാക്കിയത്. ആമേൻ എന്താ ഇത് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്ന സമയത്ത് അങ്കിളൊരു 100 വട്ടം ആമേൻ ആ ഏരിയയിൽ കൂടെ പോയിട്ടുള്ളത്. പക്ഷേ ആമേൻ ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് വഴി തെറ്റി. ആമേൻ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഞങ്ങളൊരു 100 തവണ കൊച്ചുവേളിയിലോട്ട് പോവാൻ പല മുടുക്കുകളായി ഞങ്ങൾ തിരിഞ്ഞു. ആമേൻ ഹല്ലേലൂയ. അപ്പോഴും ഞാൻ ഉള്ളിൽ വിചാരിച്ചു, അങ്കിൾ ഇത്രയും ആമേൻ അറിവുള്ള അങ്കിളിനും ആമേൻ മിസ്റ്റേക്ക് പറ്റിയല്ലോ. എന്തായാലും ഞങ്ങൾ ആമേൻ വീണ്ടും അവിടെ നിന്ന് തിരിക്കുമ്പോൾ ഞങ്ങൾ വളരെ സ്ലോയിലാണ് ആമേൻ ഞങ്ങൾ ടേൺ എടുത്തത്. ഞങ്ങൾ അല്പം പോലും സ്പീഡായിരുന്നെങ്കിൽ ആമേൻ ഞാൻ പറയട്ടെ, അന്നൊരു വലിയ ആക്സിഡന്റ് അവിടെ നടക്കും. ഞങ്ങൾക്ക് ആമേൻ ട്രെയിൻ മിസ്സാകും, പിന്നെ കേസായി പുകിലായി വലിയ വിഷയമാവും. ആമേൻ അങ്കിൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഒരു സാക്ഷിയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അങ്കിൾ വളരെ സ്ലോയിൽ ആമേൻ വണ്ടി ആമേൻ ഞങ്ങൾക്ക് മിസ്സിംഗ് ആയ സ്ഥലത്തു നിന്ന് തിരിച്ചപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടൊരു പയ്യൻ സ്കൂട്ടിയിൽ വന്ന് അങ്കിൾ ഇരിക്കുന്ന അതേ ഭാഗത്ത് തന്നെ നോക്കി ഒരൊറ്റ ഇടി. ഞാൻ വിചാരിച്ചു ഇവ തെറിച്ച് വീഴും, വേറെ വണ്ടി ഇടിക്കും, പിന്നെ അത് ഭയങ്കര പ്രശ്നം. പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ അതിനകത്തിരുന്ന് ഉള്ളുകൊണ്ട് സ്തോത്രം പറഞ്ഞായിരുന്നേ. കാരണം ആമേൻ ഞങ്ങൾക്കറിയാം ഇതൊരു വലിയ പോരാട്ട കളത്തിലോട്ടാണ് ഞങ്ങൾ എത്തുന്നത്. ആമേൻ ഹല്ലേലൂയ. എന്തായാലും വലിയൊരു അനർത്ഥം നീങ്ങി. അങ്ങളും പേടിച്ചു, ഞങ്ങളും പേടിച്ചു. പക്ഷേ ഇടിച്ചവന്റെ മുഖം പോലും ശരിക്കും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അവൻ ജീവനും കൊണ്ട് വീഴുന്ന വീഴ്ചയിലെന്ന് ചാടി എഴുന്നേറ്റ് അവൻ സ്ഥലം കാലിയാക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 15-20 മിനിറ്റ് ഉണ്ട് ട്രെയിന്. ഞങ്ങൾ വിശ്വാസത്തോടെ പോയി. ആ ആക്സിഡന്റ് അതിനകത്ത് നടന്ന സമയം പരിശുദ്ധാത്മാവ് എന്നോട് കൈമാറിയൊരു ദൂതായത് ആമേൻ ഹിസ്കിയാവിനെ കുറിച്ച്. ആമേൻ എന്നോട് അപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനിടയായി, നീ കടന്നു പോകുന്ന മേഖലയിൽ അങ്ങനെ മരണത്തിന് വേണ്ടി ആമേൻ മരണത്തിനൊരു നീക്കുപോക്ക് പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ പോകുന്നു. ആമേൻ എന്നോട് മാത്രമല്ല ആന്റിയോടും പരിശുദ്ധാത്മാവ് വ്യക്തമായി ഈ വചനത്തെക്കുറിച്ച് സംസാരിക്കുവാനിടയായി. ഞാനൊന്നും മിണ്ടിയില്ല. അങ്കിള് ഞങ്ങളെ സന്തോഷത്തോടെ യാത്രയാക്കി. അങ്കിള് കടന്നുപോയി ട്രെയിനിനകത്ത്. പിന്നെ ആമേൻ ഞങ്ങൾക്ക് കിട്ടിയത് മൊത്തം ആമേൻ ബോംബെ വരെ ഒരു അവസരമായിരുന്നു. ആമേൻ ഞാൻ നോക്കിയപ്പോൾ ആന്റി ബൈബിളൊക്കെ എടുത്ത് ആമേൻ ആ ഇതിനകത്തോട്ട് അങ്ങോട്ട് വെച്ചു. ആമേൻ എന്നിട്ട് അങ്ങോട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ആമേൻ കേരളം വരെ വലിയ പ്രശ്നമില്ല. ഞാൻ വിചാരിച്ചു മുമ്പോട്ട് പോട്ടെ, ആന്റി വായിക്കട്ടെ എന്ന് ഓർത്തു. ഞാനും ബൈബിൾ എടുത്തു. പക്ഷേ ഇതിനകത്ത് ബൈബിൾ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടുന്ന വചനവും ആമേൻ ഹിസ്കിയാവിനെ കുറിച്ച്. ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാൻ തുടങ്ങി. വചനത്തിന്റെ പൊരുളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് കരം വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, ഇവിടെ നിന്ന് പോയ സന്തോഷമൊക്കെ അങ്ങോട്ട് പോകുന്ന സമയം മുതൽ ആ സന്തോഷമൊക്കെ അങ്ങ് പോവാൻ തുടങ്ങി. കാരണം പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് മുഴുവനും ആമേൻ അത്രത്തോളം ആമേൻ മരണകരമായ ഒരവസ്ഥ. ആമേൻ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെയായിരുന്നു. ദേശത്തെ കർത്താവ് ശാന്തമാക്കണം, പട്ടണത്തെ കർത്താവ് ശാന്തമാക്കണം. ഞങ്ങൾ വെറുതെ അല്ല കുടുംബത്തെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നത്. അവിടെ വലിയൊരു പ്രവൃത്തി ഞങ്ങൾക്ക് മുമ്പായി ദൂതനെ അവിടെ ഇറക്കണം. പ്രിയ ദൈവമക്കളെ പറയട്ടെ, ആമേൻ ഇവിടുന്ന് ആമേൻ തിരിച്ച സമയം മുതൽ വീടിനെ കുറിച്ചുള്ള ആകുല ചിന്തകളെ പിശാച് കൊണ്ടിടുവാനിടയായി. കുഞ്ഞിനെ കുറിച്ചുള്ള ആകുല ചിന്തകൾ കൊണ്ടിടുവാനിടയായി. ഞങ്ങൾ 2 പേരും അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുവാനായി. പ്രിയ ദൈവമക്കളെ, ഒരു ഗ്യാരണ്ടി ഞാൻ പറയട്ടെ, രാജമാൻഡി അല്ലാതെ വേറെ ആരെങ്കിലുമാണ് എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ തിരിച്ച് ഞാൻ ഷൊർണൂർ ഇറങ്ങിയിട്ട് ടിക്കറ്റ് എടുത്ത് തിരിച്ചു പോന്നേനെ. കാരണം ആൻറ്റി കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരുന്നു. അതൊരു ദൈവത്തിൻ്റെ വലിയ കൃപയാകട്ടോ. ദൈവം ഓരോരോ സമയമാകുമ്പോൾ തൻ്റെ ഭക്തന് വേണ്ട കരുതലുകളെ, തൻ്റെ ഭക്തന്
വേണ്ട കരുതലുകൾ സ്വർഗത്തിലെ അപ്പൻ ആമേൻ ചെയ്യുവാനിടയായി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വാസത്തോടെ യാത്ര ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നവരെല്ലാം ആമേൻ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു. ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനായി കർത്താവ് ഒരുക്കിയത് മുഴുവനും ഉന്നത ഉദ്യോഗസ്ഥരെയാ. ഞങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും ഉണ്ടായില്ല, ഒരു ഭയപ്പാടും പിന്നെ ഞങ്ങൾക്ക് തോന്നിയില്ല. ആമേൻ. ഞങ്ങൾ ആമേൻ ഞായറാഴ്ച വെളുപ്പിന് 3 മണിക്ക് ആമേൻ ഞങ്ങൾ ആമേൻ ഉജ്ജയിൻ സിറ്റിയിൽ ഞങ്ങൾ ചെന്നിറങ്ങി. ഞങ്ങൾ ചെന്നതിന് മുമ്പ് തന്നെ ആ ഫാമിലിയെ കർത്താവ് അവിടെ ഒരുക്കുവാനിടയായി. ഞങ്ങൾ സന്തോഷത്തോടെ അവിടെ കടന്നുപോയി. ഞങ്ങൾ റൂമിൽ വിശ്രമിച്ചു. ആമേൻ. പകൽക്കാലം ആമേൻ മീറ്റിംഗ് ഉണ്ട്. ആമേൻ. ചെന്നിറങ്ങി അന്ന് മുതൽ ആമേൻ ഞങ്ങൾക്ക് മീറ്റിംഗ്. ആമേൻ. ഞങ്ങൾ അവിടെ പോയിരുന്നു. ഞങ്ങൾക്ക് ഉറക്കം വന്നില്ല. കുറച്ച് സമയമൊക്കെ ആമേൻ ഉറങ്ങിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ബൈബിളും എടുത്തു വെച്ച് കരയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പനെ, നീ ഞങ്ങളോട് സംസാരിക്കണമേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിന്റെ വചനം ഞങ്ങളോട് കൂടെ ഇരുന്ന് വിടുതലിന്റെ സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രിയ ദൈവമക്കളെ, ഞങ്ങളെ കർത്താവ് അവിടെ വെറുതെ അല്ല കൊണ്ടുപോയത്. ഞങ്ങളെ ചിലത് പഠിപ്പിക്കാനും ഞങ്ങളെ ചിലത് കാണിക്കാനും ഞങ്ങൾ എങ്ങനെയായി തീരണമെന്നോ നമ്മുടെ ആമേൻ കേരളത്തിലെ സഭ എങ്ങനെയായി തീരണമെന്നോ പഠിപ്പിക്കാനാണ് കർത്താവ് കൊണ്ടുപോയത്. കാരണം ഇവിടെ ഇരുന്ന് നമ്മൾ കീറാമുട്ടികളായിട്ടിരുന്ന നമുക്കങ്ങ് നിത്യതയിൽ പോയി ആമേൻ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആമേൻ വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിയത്തില്ല. നമുക്ക് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടോ, പക്ഷെ അവിടെ ഉള്ളവർക്ക് വർഷങ്ങളുടെ പാരമ്പര്യമല്ല, പുതുതായി മുളച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. പക്ഷേ ആമേൻ കർത്താവ് വരുമ്പോൾ അവരവിടെ ചെന്നിരുന്ന് സ്തുതിക്കും. ഇവിടെ കീറാമുട്ടിയായി കിടക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇവിടെ കീറാമുട്ടിയായി കിടന്ന് ആമേൻ നമ്മൾ കിടന്ന് നരയിക്കേണ്ടി വരും. ഇതൊക്കെ പഠിപ്പിക്കാനാ കർത്താവ് ഞങ്ങളെ അവിടെ കൊണ്ടുപോയത്. ആമേൻ. ഹല്ലേലൂയ. തികച്ചും നമ്മുടെ ഇവിടത്തെ ആമേൻ ആരാധനയേക്കാൾ വളരെ വ്യത്യസ്തമായ മീറ്റിങ്ങുകൾ. ആമേൻ. കൃത്യം 10 മണിക്ക് ആമേൻ ഞങ്ങൾ ആമേൻ ഹാളിനകത്ത് കയറുവാനിടയായി. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ഭാഷ അറിയില്ല. പാസ്റ്റർ ധൈര്യമായിട്ട് പറഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഞാനുണ്ട്. കർത്താവ് എന്ത് സംസാരിക്കുന്നോ അതങ്ങ് സിസ്റ്റർമാരങ്ങ് വ്യക്തമായി വിളിച്ചു പറഞ്ഞാൽ മതി. ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു അന്യഭാഷ ട്രാൻസ്ലേഷനോട് കൂടെ ആമേൻ ഞാൻ അവിടെ ഇരുന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈബിളിലെ വചനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഞാൻ വിചാരിച്ചു കർത്താവേ എൻ്റെ മെസ്സേജിന്റെ ലെവൽ വേറെ, പാസ്റ്റർ ആ രീതിയിൽ തന്നെ കൊണ്ടുപോകുമോ? പക്ഷെ ദൈവമക്കളെ പറയട്ടെ, ഒരു അഭിഷക്തൻ എവിടെ കാലുകുത്തുമോ അവിടെ പിന്നെ നിയന്ത്രിക്കുന്നത് മുഴുവനും പരിശുദ്ധാത്മാവ്. അവിടെ വലിയ തീ ഇറങ്ങുവാനിടയായി. ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടമല്ല അതിനകത്ത് നടന്നത്. ആമേൻ. ഞാൻ ആമേൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് താഴെ ഇരിക്കാൻ പറ്റത്തില്ല. ആകപ്പാടെ 3 കസേരയുള്ളൂ. ആമേൻ. എന്തായാലും ആന്റിക്ക് കസേര കിട്ടി, പിന്നെ ഞാൻ എന്തായാലും അവിടെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. ആമേൻ. അത്രയും ദൂരം യാത്ര ചെയ്ത നടുവിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്തായാലും സ്വർഗത്തിലെ സന്നിധിയിലല്ലേ, അവിടെ അങ്ങ് മുട്ടുമടക്കി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹിന്ദി പാട്ടുകൾ കേട്ടപ്പോൾ ആമേൻ അവിടെയുള്ള എല്ലാവരും പാട്ടുകാരാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം നിങ്ങൾക്കറിയാമല്ലോ, പാട്ടെന്ന് കേട്ടാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗാ. അത് ഏത് ലാംഗ്വേജ് ഒന്നൊന്നുമില്ല. ആമേൻ. സഹോദരന്മാരും സഹോദരിമാരും പാടുന്നത് ഒരേ ഈണത്തിലും ഒരേ താളത്തിലും. കേരളത്തിലെ പ്രത്യേകത എന്താ? സഹോദരന്മാരിലെ ആമേൻ 10% ആൾക്കാർ ഒരേ ലെവലിൽ പോകും, സഹോദരിമാരിൽ വേറൊരു ലെവലിൽ പോകും. എല്ലാ ശബ്ദവും കൂടെ മിക്സിങ്ങിൽ ആമേൻ കലവലായി പോകും. പക്ഷേ ഒരേ താളത്തിലും ഈണത്തിലും. ഞാൻ എന്നിട്ടും പാസ്റ്ററോട് ചോദിച്ചു, ഇനി ഹിന്ദി പാട്ടായതുകൊണ്ടാണോ ഇങ്ങനെ? അപ്പം പാസ്റ്റർ പറഞ്ഞു, അല്ല, ഇവിടെയുള്ള ഏത് പാട്ട് പാടിയാലും ഈ ഒരു ലെവലിലാണ് പോകുന്നത്. അവർ സത്യം പറഞ്ഞ പാട്ടുകാരൊന്നും അല്ല, പക്ഷെ അവർക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ളൊരു മനസ്സുണ്ട്. ആമേൻ. അവർക്ക് ദൈവത്തിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കാൻ മനസ്സുണ്ട്. നമുക്ക് സമയമില്ല. 10 മണി എന്ന് പറയുമ്പോൾ ആമേൻ 10 മണിക്ക് തന്നെ ആമേൻ കൈക്കുഞ്ഞുങ്ങളുമായി കടന്നു വരുന്നവരുണ്ട്, വാർദ്ധക്യത്തിലുള്ളവരുണ്ട്, ആമേൻ പ്രായം കഴിഞ്ഞ് നടക്കാൻ കഴിയാത്തവരുണ്ട്. അവരൊക്കെയും കൃത്യസമയത്ത് ആമേൻ ആമേൻ ഹാളിനകത്ത് മുട്ടുമടക്കുവാനിടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹിന്ദി ഗാനങ്ങളൊക്കെ കേട്ടു. സത്യം പറഞ്ഞാൽ ആമേൻ നമുക്കൊക്കെ ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് കരമടിച്ച് സ്തുതിപ്പാൻ ആമേൻ ഹല്ലേലൂയ സാഹചര്യമുണ്ട്. അവിടെ അവർ അടിക്കുന്ന താളം എന്ന് പറഞ്ഞാൽ ആമേൻ നമുക്കിവിടെ ഡ്രംസ് ഉണ്ട്, കീബോർഡ് ഉണ്ട്. അവിടെ ഈ സംഭവങ്ങളൊന്നും ആമേൻ ഞങ്ങൾ ആദ്യം പോയ ചർച്ചിലില്ല. പക്ഷെ അവരുടെ താളത്തിലുള്ള കയ്യടിയും ആമേൻ ആ താളത്തിലുള്ള പാട്ടിന്റെ ഈണത്തിൽ അവരുടെ ശരീരം മൂവ് ചെയ്യുന്നതും കണ്ടപ്പോൾ ഞാൻ കർത്താവിനെ അവിടെ സ്തുതിക്കുവാനിടയായി. അങ്ങനെയുള്ളവർക്ക് രോഗം ഉണ്ടാകത്തില്ല, അങ്ങനെയുള്ളവർക്ക് യാതൊരുവിധ കഷ്ടതകളും ഉണ്ടാകത്തില്ല. ശരീരം വിട്ടുകൊടുത്ത
പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആമേൻ. അതിൽ നമ്മുടെ ചിന്തയുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ചിന്തയുണ്ട്, നമ്മുടെ ബുദ്ധിയുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുമുണ്ട്. അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാനിടയായി. അത് കഴിഞ്ഞ് ആമേൻ പ്രാർത്ഥനയുടെ സമയമായി. എനിക്കൊന്ന് ആന്റി പ്രാർത്ഥിച്ചു എന്ന് തോന്നുന്നു. ആമേൻ 2 ഹിന്ദിക്കാരും പ്രാർത്ഥിക്കുവാനിടയായി. ഞാൻ ആമേൻ ഞെട്ടിപ്പോയി. ആമേൻ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു പവർ കാരണം അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു അന്ത്യകാലത്തിലെ ആമേൻ അഭിഷക്തന്മാർ അവിടെ നിന്ന് എഴുന്നേൽക്കും. അത്തരത്തിലുള്ള ഒരു തീപ്പൊരി പ്രാർത്ഥന, ആ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് എനർജി ഉണ്ടാകുവാനിടയായി. ആമേൻ പിന്നെ മെസ്സേജിനുള്ള സമയമായി. പിന്നെ 1 മണിക്കൂർ ആമേൻ മെസ്സേജിനുള്ള സമയമാണ്. ആമേൻ ഞാൻ അതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ഇരുന്ന് കരയുമായിരുന്നു. കർത്താവേ, എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. നീ എന്നെ കൊണ്ടുവന്നു, നീ എന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ ഈ ചർച്ചിനകത്ത് വന്നു കയറി. കർത്താവേ, ഈ നിമിഷം വരെ എന്താണ് മെസ്സേജ് കൊടുക്കേണ്ടത് നീ എന്നോട് സംസാരിച്ചില്ല. ആമേൻ ഞാൻ എന്താണ് പറയേണ്ടത്, ഞാൻ എന്താണ് ശുശ്രൂഷിക്കേണ്ടത്? ആമേൻ ഒന്നാമത് ലാംഗ്വേജ് പ്രശ്നം. ആമേൻ ഞാൻ ഇവരുടെ ഇടയിൽ ലജ്ജിക്കപ്പെട്ടു പോകുമോ? ആമേൻ ആമേൻ കർത്താവ് എന്നോട് പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ വിശ്വാസത്തോടുകൂടെ പ്ലാറ്റ്ഫോമിലോട്ട് ഞാൻ ചെന്ന് കയറി. ആമേൻ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഈ മൈക്ക് ഉപയോഗിച്ച മെസ്സേജ് കൊടുക്കണേ. ആമേൻ എൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം, ആമേൻ ശബ്ദം കൂടുതൽ അവിടെ കൊടുക്കാനും പാടില്ല. എന്നാൽ എനിക്കൊട്ട് പറയേണ്ടത് അങ്ങോട്ട് ഫലിപ്പിക്കുകയും വേണം. എന്ത് ചെയ്യും? ആമേൻ ആ പ്ലാറ്റ്ഫോമിലേക്ക് ചെന്ന് നിന്നപ്പോൾ മുതൽ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ദൈവ സാന്നിധ്യം. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം അതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം അത് വെറുതെയല്ല, കർത്താവ് അവരോട് സംസാരിക്കണം. ആമേൻ കർത്താവ് അവരോട് സംസാരിക്കണം. ആമേൻ നാട്ടിൽ നിന്ന് ആമേൻ ദൈവമക്കൾ അവിടെ ചെല്ലുമ്പോഴാണ് അവരോട് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അത് ഇന്ന് പകൽ എനിക്ക് കേൾക്കണം. എനിക്കറിയത്തില്ല ഞാൻ അവരോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണം. ആമേൻ എങ്ങനെ ഞാൻ മെസ്സേജ് കൊടുക്കണം എനിക്കറിയത്തില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ആമേൻ ഇവിടുത്തെ ബൈബിൾ സ്റ്റഡിയിൽ ജിത്തു ആമേൻ ഒരു മെസ്സേജ്, ഷോർട്ട് മെസ്സേജ് കൊടുത്തു. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഇതേ സെയിം മെസ്സേജ് ചില തെരഞ്ഞെടുപ്പുകൾ അതിനകത്ത് എഴുന്നേൽക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് അങ്ങോട്ട് പ്രസംഗിക്കുവാൻ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ നിന്ന് നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ തല ഉയർത്തുന്നവനും വചനവും എടുത്തിട്ട് പിന്നെ മുഴുവനും തെരഞ്ഞെടുപ്പായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, തിരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്നവരെ കർത്താവ് തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരും. പിന്നെ അങ്ങോട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ തുടങ്ങി. എനിക്കറിയത്തില്ല, ആമേൻ വായികളെ തുറന്ന് ജനമങ്ങ് ചലിക്കുവാൻ തുടങ്ങി. ആരാധന സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നവർ പരിസരം പറഞ്ഞ് അവർ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ പാസ്റ്റർ പലപ്പോഴും ആമേൻ ചുറ്റിലും ആമേൻ ആമേൻ ഒന്ന് കണ്ണോടിച്ചു നോക്കും. ആരെങ്കിലും വരുന്നുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? പ്രിയ ദൈവമക്കളെ, അന്ന് മുഴുവൻ ആമേൻ ആമേൻ സ്വർഗത്തിലെ സൈന്യം ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിരുന്നു. സ്വർഗത്തിലെ സേന ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആയിരുന്നു. അതിനകത്ത് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ശക്തമായി വ്യക്തികളെ ആമേൻ തൊടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഭയപ്പെട്ട് നിന്ന ഞാൻ എങ്ങനെ ഈ ഹിന്ദി ട്രാൻസ്ലേഷൻ്റെ കൂടെ എങ്ങനെ ഞാൻ മെസ്സേജ് കൊണ്ടുപോകും? പ്രിയ ദൈവമക്കളെ, ആൻറ്റി കൊണ്ട് ചോദിച്ചാൽ അറിയാം. ആമേൻ ഞങ്ങളുടെ കഴിവ് പറയുന്നതല്ല, ഞങ്ങളുടെ മിടുക്ക് പറയുന്നതല്ല. കർത്താവ് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊണ്ടുപോകുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവ്. ആമേൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ മെസ്സേജ് കൊടുക്കുവാനിടയായി. ആമേൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ആമേൻ ചില വിഷയങ്ങളെ തൊട്ട് ആമേൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതിൻ്റെ സാഹചര്യമെന്ന് പ്രിയ ദൈവമക്കളെ, അതിനകത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട 4 എണ്ണം ഉണ്ടായിരുന്നു. കർത്താവ് 4നെ അങ്ങ് പൊക്കി കരയുവാൻ തുടങ്ങി. നമുക്കൊരു ആലോചന കേട്ടാൽ നമുക്ക് വിട്ടുകൊടുക്കാൻ മനസ്സില്ല. അതെന്നെ ഒന്നുകിൽ തോന്നും എന്നെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ തൊട്ടു. പക്ഷേ അതല്ല, ആലോചന കേട്ടപ്പോൾ പരിസരം മറന്ന് കരയുവാനിടയായി. ഞാൻ വിചാരിച്ചു അവിടെയുള്ള ഏതെങ്കിലുമൊക്കെ ബിസിനസ്സുകാരായിരിക്കും. ആമേൻ ഹല്ലേലൂയ. നല്ല ആമേൻ പത്രാസിലാണ് വന്നിരുന്നത്. പക്ഷേ ഞാൻ കരുതി അവിടെയുള്ള ഏതെങ്കിലും ബിസിനസ്സുകാരൊക്കെ ആയിരിക്കും ഈ വന്നിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, അവിടെ വന്ന് ഈ തറയിലിരുന്ന് ദൈവത്തെ ആരാധിച്ചത് ആരും ബിസിനസ്സുകാരല്ല. ആമേൻ ഹല്ലേലൂയ. ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ ഉണ്ട്, ആമേൻ ഡോക്ടേഴ്സ് ഉണ്ട്, ഉന്നത ബിസിനസ്
ബിസിനസ്മാൻമാരുണ്ട്, ആമേൻ, നല്ല പോസ്റ്റിങ്ങിൽ നഴ്സിംഗ് ആയി വർക്ക് ചെയ്യുന്നവരുണ്ട്, ആമേൻ. അവരുടെയൊക്കെ ഇടയിലിരുന്ന് ആമേൻ ഞങ്ങൾക്ക് ദൈവവചനം പ്രസംഗിക്കുവാൻ കർത്താവ് അവസരം ഒരുക്കിയത്. ആമേൻ, അത് പറഞ്ഞതിൻ്റെ സാരം ഞങ്ങൾക്കൊരു യോഗ്യതയും ഇല്ല. ആമേൻ, എൻ്റെ കഴിവുകളെയും ആമേൻ ഞങ്ങളുടെ എല്ലാ സാമർഥ്യങ്ങളെയും ഞങ്ങളുടെ എല്ലാ യോഗ്യതകളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങ് എറിഞ്ഞു കൊടുക്കുവാൻ തയ്യാറായി. ആരെറിഞ്ഞു കൊടുക്കുവാൻ തയ്യാറാണോ? ഇന്ന് പകൽ ഈ ഹാളിലും ലൈവിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഞാനെന്ന ഭാവത്തെ, ഞാനെന്ന മനുഷ്യനെ എവിടെ ഉരിഞ്ഞു കളയുവാൻ തയ്യാറാകുമോ? ആമേൻ, നിന്റെ സംസാരത്തെ, നിന്റെ ആമേൻ വാക് സാമർത്ഥ്യത്തെ എവിടെ എറിയുവാൻ തയ്യാറാണോ? പിന്നെ സംസാരിക്കുന്നത് മുഴുവനും പരിശുദ്ധാത്മാവ്, പിന്നെ നിയന്ത്രിക്കുന്നത് മുഴുവനും പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഓരോരോ വ്യക്തികളായിട്ട് തൊടുവാനിടയായി. ആമേൻ, ഹല്ലേലൂയ. ആരൊക്കെ ദൈവവചനം കേൾക്കുന്നോ ഇവരൊക്കെ കരയുവാനിടയായി. ഞാൻ എന്നിട്ട് പാസ്റ്റർ മുഖത്ത് നോക്കും. കാരണം വിശ്വാസികളെ കരയിപ്പിച്ചെന്നുള്ള പേര് ദോഷം എനിക്ക് കിട്ടുമോ? കാരണം നമ്മുടെ ഇടയിൽ അങ്ങനെയുണ്ട്. അത് കിട്ടുമോ കർത്താവേ? ഞാൻ പാസ്റ്റർ നോക്കുമ്പോൾ പാസ്റ്റർ ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നേ അങ്ങ് വിളിച്ചു പറ. ആമേൻ, പ്രിയ ദൈവമക്കളെ, ആമേൻ, ഞാൻ ഓർത്തു ഒരു വ്യക്തി എന്നെ അങ്ങ് കൊന്നുകളയും. കാരണം ഞാൻ മെസ്സേജിന് നിന്ന സമയം മുതൽ എന്നെ നോക്കിയിട്ട് ഒരു ഇരിപ്പങ്ങിരുന്നു. ഞാൻ നിന്ന ഭാഗത്തെ അങ്ങ് താണു പോകുന്ന അനുഭവമായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ, ആമേൻ, ഹല്ലേലൂയ, പ്രവാചകൻ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞതിതാ, അവന്റെ മുഖമോ അവന്റെ പൊക്കമോ, ആമേൻ, അവന്റെ യാതൊരു യോഗ്യതയും ആമേൻ നീ നോക്കരുത്, നിന്നോട് അറിയിച്ചത് അറിയിക്കുവാൻ. ഞാൻ സത്യം പറഞ്ഞ ഒരു നിമിഷം സ്റ്റക്കായി. ഞാൻ ആ വ്യക്തിയെ തൊട്ടാൽ എന്ത് ആമേൻ എന്നോട് പ്രതികരിക്കും? പക്ഷെ ഞാൻ വിട്ടില്ല. പരിശുദ്ധാത്മാവ് എന്ത് സംസാരിച്ചോ അതങ്ങ് ശക്തമായി വിളിച്ചു പറയുവാനിടയോ. കല്ലായിരുന്ന ഹൃദയത്തെ കർത്താവ് മെഴുകുപോലെ ഒരുക്കി. ആമേൻ, വിദ്യാഭ്യാസത്തിന്റെ ഇത്ര കെട്ട് ആമേൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ താഴേക്കിടാൻ, ആമേൻ, നീ താഴേക്കിടാൻ ദൂത് വിളിച്ചു പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഏറ്റെടുത്തു. അത് കർത്താവ് വിടുതലിന് കാരണമാക്കി തീർത്തു. ആമേൻ, എത്രയോ വർഷത്തേക്ക് ആമേൻ ഒരു നേഴ്സിംഗ് ജോലിയെ അവിടുത്തെ ഗവൺമെന്റ് ഡീബാർ ചെയ്തു വെച്ചിരുന്നു. 6 മാസമായി ആ സഹോദരിക്ക് ജോലിയില്ല, ശമ്പളമില്ലാതെ വീട്ടിലിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒന്ന് കേൾക്കണമേ. ദൈവത്തിന്റെ വചനം ഇറങ്ങിച്ചെന്ന് വ്യക്തമായ കുടുംബത്തോട് സംസാരിക്കുവാനിടയായി. ആമേൻ, ഒരു കുടുംബമല്ല കേട്ടോ, ഒത്തിരി കുടുംബങ്ങളെ കർത്താവ് സന്ദർശിച്ചു. ഞങ്ങൾ അടുത്ത ആമേൻ ആഴ്ചയിൽ, അടുത്ത ദിവസങ്ങളിൽ അവരുടെ വീട്ടിലൊരു മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പേ ഗവൺമെന്റ് റദ്ദ് ചെയ്ത് വെച്ചിരുന്ന ജോലിയുടെ വഴിയെ കർത്താവ് തുറന്നു കൊടുത്തു. അതൊരു വലിയ സാക്ഷ്യമാണ്. നമുക്ക് കേട്ടാൽ ചിലപ്പം അതൊരു സാക്ഷ്യമെന്ന് തോന്നത്തില്ല. കാരണം ചെലവ് അത്രയ്ക്ക്. ആമേൻ, അവരുടെ 2 മക്കളും ആമേൻ നല്ല ആമേൻ വിദ്യാഭ്യാസമുള്ളവരാ. അമ്മയ്ക്കും കൂടി ജോലിയില്ലെങ്കിൽ അവർക്ക് മുൻപോട്ട് കടന്നു പോകുവാൻ പറ്റത്തില്ല. നഷ്ടമായി പോയ ജോലിയെ, ഒത്തിരി വർഷത്തേക്ക് ഡീബാർ ചെയ്ത ജോലിയെ കർത്താവ് അവിടെ ഓപ്പൺ ചെയ്യുവാനിടയായി. ആമേൻ, ഹല്ലേലൂയ. ചർച്ചിലെ മീറ്റിംഗ് കഴിഞ്ഞു. ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ ഞങ്ങൾ കഴിച്ചു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ആമേൻ എല്ലാവർക്കും ആമേൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചതിന് ശേഷമേ നമ്മൾ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ആമേൻ, പാസ്റ്റർ പറഞ്ഞു, സിസ്റ്ററെ ഫുഡ് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം ഇവരുടെ പേഴ്സണലായിട്ട് ഇവർക്ക് പ്രാർത്ഥിച്ച് ആലോചന പറയണം. ഞാനപ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, ഞങ്ങൾ കഴിച്ചിട്ടിരിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. പാസ്റ്റർ പറഞ്ഞു, ഇവിടെയൊക്കെ എങ്ങനെയാ സിസ്റ്ററെ? കഴിച്ചോ? എന്തായാലും മനസ്സില്ല മനസ്സോടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പ്രിയ ദൈവമക്കളെ, ആമേൻ, ഞങ്ങളോടൊപ്പം ഇരുന്ന് ആമേൻ ഒത്തിരി കുടുംബങ്ങൾ അവർക്ക് ദൈവാലോചനകളെ പറഞ്ഞു കൊടുക്കാനും മരണത്തിൽ നിന്ന് കുറേ എണ്ണത്തിനെ വീണ്ടെടുക്കാനും, ആമേൻ, ഹല്ലേലൂയ, കഷ്ടതയിലും കണ്ണുനീരിലും ഇനി എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞ് ആമേൻ ജീവിതം മുട്ടിയ ചിലതിനെയൊക്കെ കർത്താവ് പിടിക്കുവാനിടയായി. അതൊക്കെ പോട്ടെ, അതിലും രസകരമായി പിന്നെ ഞങ്ങൾ ഒരു ഫാമിലിക്കകത്തിരുന്നത് മുഴുവനും വരുന്നത് വരെ തീയ. കാരണം ആമൻ ഇവിടെ നിന്ന് ട്രെയിൻ യാത്ര ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വചനം തന്ന് ഹിസ്കിയാവിനെ കുറിച്ച് ഞാനത് അവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും പരിശുദ്ധാത്മാവ് എന്നോടൊപ്പം സംസാരിക്കുവാനിടയ. നീ അവിടെ ചെന്ന് 3-ാമത്തെ ദിവസം ആമൻ ആ വ്യക്തിയോട് പറയും, എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തതാ, എനിക്ക് നാട്ടിൽ പോകണം. അത്തരത്തിൽ വിഷയമുണ്ടാകും. ആമൻ, നാട്ടിലും ഉണ്ടാകും, അവിടെയും ഉണ്ടാകും. ആമൻ, ഞാൻ വിചാരിച്ചു ഒരിക്കലും ഇല്ല, അവിടെ ഉണ്ടാകത്തില്ല. ആമൻ, നാട്ടിലുണ്ടാകും, കുഞ്ഞെന്തെങ്കിലും ഇഷ്യൂ വരും, എനിക്ക് തിരിച്ചു വരേണ്ടി വരും. എന്തായാലും ദൈവത്തിൻ്റെ ആലോചനയല്ലേ, തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ വിശ്രമിച്ചു. അടുത്ത സെക്ഷൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാത്രി ഞങ്ങൾ മുട്ടുമടക്കി. പ്രിയ ദൈവമക്കളെ, ആമേൻ, വലിയ സംഭവമൊക്കെ തന്നെയാ. ആമേൻ, കഴിവുണ്ട്, മിടുക്കുണ്ട്, ആമേൻ, പണമുണ്ട്, സമ്പന്നതയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം, സ്വസ്ഥതയില്ലാത്ത കുടുംബം, ആമേൻ, സമാധാനമില്ലാത്ത കുടുംബം, ആമേൻ,
അതാ ഞാൻ പറഞ്ഞത്, കർത്താവ് ഞങ്ങളെ ചിലത് പഠിപ്പിക്കാനും അവിടെ കൊണ്ടുപോയി, ചിലതൊക്കെ പഠിപ്പിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയും അതൊക്കെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. സത്യം പറഞ്ഞാൽ ആൻറ്റിയും ഞാനും സംസാരിച്ച്, എനിക്ക് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആമേൻ, ഹാലലുയ. ലൈവ് ആണേലും ശരി, ഹോളിനകത്താണേലും ശരി. ആമേൻ, ഞങ്ങൾ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ ഉറക്കപ്പായി എഴുന്നേറ്റ സമയം തൊട്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും വചനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഒരു അസമാധാനത്തിൻ്റെ പിശാചിൻ്റെ ഇടയിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ റൂമിൽ കിടന്നുറങ്ങിയത്. ആമേൻ, പരിശുദ്ധാത്മാവ് എന്നോട് ഈ ടെൻഷൻ മുഴുവനും എൻ്റെ തലയ്ക്കകത്തിരുന്നു. അത് മുഴുവനും ആൻറ്റിയോട് അങ്ങ് തീർത്തു. ആൻറ്റിയോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. സത്യം പറഞ്ഞാൽ ആമേൻ, ഹല്ലേലൂയ, പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് വരേണ്ട എല്ലാ സാഹചര്യവും ഉണ്ടായി. ആൻറ്റിയുടെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു, കർത്താവേ, ആമേൻ, ആൻറ്റിയെ കൊണ്ടാ ഞാനിവിടെ വന്നേ, ഇട്ടേച്ച് പോകുമോ? ആൻറ്റി ഇവിടെ നിന്ന് പോയാൽ എങ്ങോട്ട് പോകും? എന്തായാലും റെയിൽവേ സ്റ്റേഷൻ വരെ ഓട്ടോയായാലും പിടിച്ച് പോകത്തുള്ളൂ. ആൻറ്റി ഒരു സൈഡിലിരുന്ന് കരച്ചിൽ, ഞാൻ ബാത്റൂമിനകത്തിരുന്ന് കരച്ചിൽ. ഞാൻ ദൈവത്തോട് പറഞ്ഞതാ, കർത്താവേ, എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും, ഞാൻ ഉപദേശിച്ചതാ, എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പനങ്ങ് ക്ഷമിക്കണമേ. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കൂടെ നടക്കുന്നവർ ആമേൻ ഞങ്ങൾ നയിക്കുന്നത് പോലെ ഒരു ഫാമിലി ലൈഫിലായിരിക്കണം, ഞങ്ങൾ നയിക്കുന്നത് പോലെ ഒരു വിശ്വാസ ഗോളത്തിലായിരിക്കണം നിൽക്കേണ്ടത്. അല്ലാത്തതൊന്നും വേണ്ട. എന്തായാലും ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, അത് ഞാൻ അങ്ങ് വിതച്ചു. എന്നിട്ട് ഞാനൊരു സോറിയൊക്കെ തട്ടി അങ്ങ് പറഞ്ഞു. എന്നിട്ട് ആൻറ്റിയും എന്നോടൊരു സോറിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിരപ്പ് പ്രാപിച്ചു. അത് ജീവിതത്തിൽ ഏറ്റവും പിന്നീടുള്ള ഓരോ ചുവടും അത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. പിന്നീടുള്ള ഞങ്ങളുടെ ശുശ്രൂഷകൾ മുഴുവനും അത്രത്തോളം ഒരു തീച്ചൂളയായിരുന്നു. കാരണം അത് എന്നെ കൊണ്ട് എന്തിനാ മുൻകൂട്ടി കർത്താവ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചിലതിനെയൊക്കെ നീ കാണിച്ചു കൊടുക്കേണ്ടി വരും, ചിലതൊക്കെ നീ അവിടെ കാണേണ്ടി വരും. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ മുട്ടുമടക്കി ഇരിക്കുമ്പോൾ ആമേൻ ആമേൻ അവർ ഞങ്ങളോട് പറഞ്ഞു, ആമേൻ, ഫുഡ് കഴിക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഫാസ്റ്റിങ്ങിലാണ്. പ്രിയ ദൈവമക്കളെ, ആമേൻ, ഞങ്ങൾ വരുന്നതിൻ്റെ ആമേൻ 6 ദിവസം വരെ ഞങ്ങൾ ആ വീട്ടിൽ ഫാസ്റ്റിങ്ങോടെയായിരുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോരോ ഭവനങ്ങളിലായി ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുമ്പോൾ ആമേൻ, പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് തന്നെ അങ്ങോട്ട് ഫൈറ്റിംഗ് തുടങ്ങി. ഭാര്യ, ഭർത്താവ്, മക്കൾ, ആമേൻ, കലബല പ്രശ്നം. ഞങ്ങൾ ഇതിനിടയിൽ പോയി പെട്ടല്ലോ. ആമേൻ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകണം, എന്തെന്നറിയത്തില്ല. അങ്ങോട്ട് ഉഗ്രമായ ഫൈറ്റിംഗ്. ഞങ്ങൾക്കറിയത്തില്ല എന്താണ് സംസാരിക്കേണ്ടത്, ഇവരെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, ഇവരോട് ദൈവവചനം പറയണോ? കാരണം അവിടെ അപ്പോഴും നമുക്ക് വചനം വിതയ്ക്കാൻ പറ്റത്തില്ല. ആമേൻ, അത്രത്തോളം ഫൈറ്റിംഗ്. ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു, ഞങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, ഈ ഫൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ താടിക്ക് കൈ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു. അവസാനം ഇതെന്തായാലും സ്റ്റോപ്പാകുമല്ലോ. ആമേൻ, അങ്ങോട്ട് സ്റ്റോപ്പായി. ആമേൻ, അവർ തന്നെ പാട്ടുപാടി അങ്ങ് തുടങ്ങി. ആമേൻ, പാട്ടൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്കിരുന്നു. വീണ്ടും വിഷയം അങ്ങോട്ട് വഷളായി. ഞങ്ങൾ എന്തായാലും കർത്താവ് അറിയിച്ച ആലോചനകളെല്ലാം അങ്ങോട്ട് പറഞ്ഞു, അവരെ സമാധാനിപ്പിച്ചു. എന്നിട്ടും ഒരു രക്ഷയില്ല. ഇവർ 3 പേര് 3 റൂട്ട് അങ്ങ് തിരിഞ്ഞു. വീണ്ടും ഉച്ചത്തെ സെക്ഷൻ കഴിഞ്ഞു. വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ കയറി. അപ്പോഴും ആമേൻ, ചെറിയ രീതിയിലുള്ള ഇഷ്യൂസ് വന്നു, സോൾവ് ആയി. 3-ാമത്തെ ദിവസം, അതാ ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവ് 3-ാമത്തെ ദിവസം ആമേൻ എന്ത് ആലോചന പറഞ്ഞോ അത് അതിനകത്ത് സംഭവിച്ചു. ഭാര്യയ്ക്ക് ഭർത്താവ് പറയുന്ന ഇഷ്ടമല്ല, ഭർത്താവ് ഭാര്യയോട് പറയുന്ന ഇഷ്ടമല്ല. ആമേൻ, ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളെ ഇഷ്ടമല്ല. മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ആമേൻ, നിനക്ക് ആമേൻ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോക്കൂടെ. അത്ര തരത്തിലുള്ളൊരു ഫൈറ്റിംഗ്. ഞങ്ങൾക്ക് വളരെ ഭാരം തോന്നി. ആമേൻ, ഈ സംസാരമെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുടുംബനാഥൻ ഇരിക്കുമ്പോൾ ആമേൻ, ദൈവത്തോട് മനുഷ്യൻ ചോദിച്ച ചോദ്യം ഇതാണ്. അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഹൃദയത്തെ കീറി മുറിക്കുവാനിടയായി. കർത്താവെ, ഇതുവരെയും നീ ഞങ്ങളെ നടത്തി. പുള്ളി സ്വർഗത്തിലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ച വാക്കുകളാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ആമേൻ, ഞങ്ങൾ ഇതുവരെയും ഓടി അധ്വാനിച്ചു, അതെല്ലാം വൃഥാവായി തീർന്നു. ഒരു ഭക്തന്റെ വായിൽ നിന്ന് കേട്ട ആമേൻ വാക്കുകളാണ്, ഞങ്ങൾ ഓടി അധ്വാനിച്ചു, സകലതും വൃഥാവായി തീർന്നു. ഞങ്ങളുടെ ആമേൻ സകല നന്മകളും നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ജീവിതം ശൂന്യമായി പോയി. ഞങ്ങളുടെ തലമുറകൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോയി. ആമേൻ, മതി കർത്താവേ, ഇനി ഞങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. എൻ്റെ ജീവൻ മാത്രമല്ല, എൻ്റെ ഭാര്യ, എൻ്റെ ജീവൻ, എൻ്റെ മകളുടെ ജീവൻ,
ജീവൻ, എൻ്റെ മകൻ്റെ ജീവൻ, ഞങ്ങളെ 4 പേരെയും നീ ഇവിടെ നിന്ന് എടുക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥന അങ്ങോട്ട് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിനകത്ത് ഈ ഹിസ്കിയാവിൻ്റെ ആമേൻ ഈ ചരിത്രം അങ്ങോട്ട് ഉള്ളിനകത്തോട്ട് കത്താൻ തുടങ്ങി. പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. ആമേൻ. മരണത്തിന് വിധിക്കപ്പെട്ട ഈ കുടുംബത്തെ പുറത്തു കൊണ്ടുവരാനാ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, അല്ലാതെ മറ്റൊന്നും കാണിക്കാനല്ല കൊണ്ടുവന്നത്. ഈ കുടുംബത്തെ പുറത്തു കൊണ്ടുവരണം. ആമേൻ. വലിയൊരു ഭക്തനാ. എങ്ങനെ ഞാൻ ഇവരോട് പറയും? ഒത്തിരി യോഗ്യതകളുണ്ട്, കഴിവുകളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരു ദിവസം പോലും സ്വസ്ഥതയോടെ കിടന്നിറങ്ങുവാൻ കഴിയുന്നില്ല. ഭാര്യ പറയുന്നത് ഭർത്താവിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല, മക്കൾ പറയുന്നത് അപ്പനും അമ്മയ്ക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അത്രത്തോളം ആമേൻ ഒരു വല്ലാത്തൊരു ഫൈറ്റിംഗ്. സത്യം പറഞ്ഞാൽ കേരളത്തിലാണ് ഈ സംഭവം നടന്നതെങ്കിൽ, ആമേൻ എൻ്റെ വീട്ടിലാണ് ഈ സംഭവം നടന്നിരുന്നെങ്കിൽ പരസ്പരം അടി കൊടുക്കും. ആ രീതിയിലുള്ള സംസാരം പുറത്തൊരു മനുഷ്യൻ കേട്ടാൽ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുവാൻ പറ്റാത്ത തരത്തിലുള്ള ഭാരം എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. ഞാൻ കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനി ഒരു നിമിഷം ഞാൻ ഈ ഭവനത്തിൽ ഇരിക്കത്തില്ല, നീ എന്നെ തിരികെ കൊണ്ടുപോകണം. കാരണം എനിക്ക് എന്താണ് ഇവരോട് പറയേണ്ടത്? മരണത്തിന് വേണ്ടി കൊതിക്കുന്ന ഇവരോട് ഞാൻ എന്താ പറയേണ്ടത്? സത്യം പറഞ്ഞാൽ അന്നത്തെ ഡ്യൂട്ടി ആൻറ്റിക്ക് അങ്ങ് ഞാൻ കൊടുത്തു. ആൻറ്റി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് റൂമിലേക്ക് വായെന്ന് പറഞ്ഞിട്ട് ആൻറ്റി പ്രാർത്ഥിച്ച സെക്കൻഡിൽ ഞാൻ അങ്ങ് റൂമിനകത്ത് കയറിപ്പോയി. പുള്ളി ആ ഭവനത്തിലെ കുടുംബനാഥൻ വേറൊരു സ്ഥാനത്തേക്ക് കടന്നുപോയി. ആൻറ്റി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ എന്തോ ഒരു ആലോചന ആൻറ്റിയോട് സംസാരിച്ചപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ അനുഭവം ഉണ്ടായി. പിന്നെ ഞാൻ വിചാരിച്ചു അതിനകത്തിരുന്നാൽ പിന്നെ ഒത്തിരി സംസാരങ്ങളാകും, വെറുതെ ഒരു ഇഷ്യൂ വേണ്ടല്ലോ. ഞാൻ റൂമിനകത്ത് കടന്നുപോയി. അതിനകത്തിരുന്ന് ആൻറ്റിയും ഞാനും കൂടെ അന്യഭാഷ പറഞ്ഞ് ശക്തമായി പ്രാർത്ഥിച്ചു. എന്നിട്ട് പുള്ളിയോട് എന്നെ കൊണ്ടുപോയ പാസ്റ്ററോട് ഞാൻ മെസ്സേജ് ഇട്ടു. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ബുക്ക് ചെയ്യുക. പുള്ളിക്ക് മനസ്സിലായി ഇവിടെ എന്തോ കത്തൽ സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുള്ളി പറഞ്ഞു, സിസ്റ്ററെ, വന്ന ഡേറ്റിനെ പോകാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന് ഇതിനകത്ത് ചിലത് ചെയ്യാനുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവ് തന്ന അധികാരത്തെ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ അന്യഭാഷയിൽ ഇരുന്ന് ആ റൂമിനകത്ത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആ ഭവനത്തിലെ കുടുംബനാഥൻ വന്നു. ഇവിടെ പ്രാർത്ഥനയൊന്നും നടന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മരിക്കുവാൻ വേണ്ടി ദൈവത്തോട് ചോദിക്കുന്ന ഒരു ഭക്തൻ, കാരണം ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ, ഈ കുടുംബത്തിൽ ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾക്ക് സത്യം അറിയാം, നിങ്ങൾ അനേകർക്ക് സത്യം പറഞ്ഞു കൊടുക്കുന്നവർ, ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും? എന്തായാലും പുള്ളി വിളിച്ചതല്ലേ, പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പരിശുദ്ധാത്മാവ് പറഞ്ഞതെല്ലാം വ്യക്തിപരമായി ഉള്ളി പൊളിക്കുന്നത് പോലെ, എന്നെ കൊന്നാലും വേണ്ടില്ല, എന്തായാലും മരിക്കാൻ വേണ്ടിയല്ലേ പോയത്. മരണമെങ്കിൽ മരണം. ഞാൻ എല്ലാം അങ്ങ് പറയുവാനിടയെ. ആൻറ്റി എന്നോട് പറഞ്ഞു, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കർത്താവ് എന്നെ ഹിസ്കിയാവിനോട് പറയാൻ പറഞ്ഞത് യെശയ്യാ പ്രവാചകനോട് കർത്താവ് അരുളപ്പാടും കൊടുത്താ വിട്ടെ, നീ ഹിസ്കിയാവിനോട് പറയണം, നിന്റെ ഗൃഹകാര്യം നോക്കുക, നീ മരിച്ചു പോകും. ഹല്ലേലൂയ. അതുപോലെ പരിശുദ്ധാത്മാവ് എന്നോട് ദൂത് പറഞ്ഞു, ഭക്തനെ, നീ നശിക്കുവാൻ പോകുന്നു, നിന്റെ മകൾ നശിക്കുവാൻ പോകുന്നു, പ്രിയ സഹോദരിയെ ഒറ്റപ്പെടുത്തുവാൻ പോകുന്നു. ആദ്യം ആ ആലോചന കേട്ടപ്പോൾ അവർക്കങ്ങോട്ട് ദഹിച്ചില്ല. പക്ഷേ വിഷയത്തിന്റെ പൊരുളുകൾ പൊളിച്ചടുക്കിയപ്പോൾ പിന്നെ അവർക്ക് ഇരിക്കാൻ കഴിയത്തില്ല. ഉന്നതന ഞങ്ങളുടെ മുമ്പിൽ കരയുവാനിടയായി. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിലല്ല കരയേണ്ടത്, സ്വർഗത്തിലെ അപ്പനോട് ഇന്ന് പകല് പറഞ്ഞ വാക്കുകൾക്ക് ക്ഷമ ചോദിക്കുവാൻ പറഞ്ഞു. അവരിരുന്ന് മുട്ടുമടക്കി കരയുവാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, എവിടെ ആത്മീകം ചത്തുപോയോ, എവിടെ ആത്മീകം മരവിച്ചു പോയോ, മരണത്തിന്റെ വാക്ക് പറഞ്ഞ ആ വ്യക്തിയുടെ ഇടയിൽ നിന്ന് അന്ന് രാത്രി നടന്ന ശുശ്രൂഷയിൽ ഒരു അഭിഷേകത്തിന്റെ വലിയൊരു തീ പുറപ്പെടുവാനിടയായി. അന്ന് രാത്രി നടന്ന മെസ്സേജ്, അന്ന് ബുധനാഴ്ച വ്യാഴാഴ്ച രാത്രി നടന്ന ശുശ്രൂഷയിൽ തന്റെ ഭക്തനിലൂടെയും ഹല്ലേലൂയ അടിയന്റെ നാവിലൂടെയും അഭിഷേകത്തിന്റെ വലിയ സാന്നിധ്യം പുറപ്പെട്ടു. ബന്ധിക്കപ്പെട്ട ചിലതിനെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ഞാനത് പറഞ്ഞതിന്റെ സാരം, ഞാൻ ഈ വിഷയം പറഞ്ഞതിന്റെ സാരം, എനിക്ക് ആ വ്യക്തിയുടെ പേര് എനിക്ക് പറയുവാൻ കഴിയത്തില്ല. അത് ഞാൻ പറയുന്നത് ശരിയല്ല. ഹല്ലേലൂയ. ഒരു ഭക്തന്റെ ജീവിതത്തിൽ വരുന്നത് പോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിനകത്ത് പ്രശ്നം വരും. വേലി പൊളിച്ച് പിശാച് അകത്ത് കയറുമ്പോൾ ചിന്തിച്ചോളണം, പിന്നെ നടക്കുന്നത് മരണസംഹാരകനോ. അത് തിരിച്ചറിയുക. ലക്ഷ്യത്തിനകത്ത് നിന്നോ, കൂട്ടുകെട്ടുകൾക്കിടയ്ക്കകത്തോ, സ്നേഹത്തിന്റെ ചങ്ങലയിൽ നിന്നോ ഒരെണ്ണം വേലി പൊളിച്ചു പോയാൽ ചിന്തിച്ചോളണം, പിന്നെ മരണമാ. എനിക്കറിയത്തില്ല ആരോടൊക്കെയുള്ളൊരു ദൂത, സ്നേഹത്തിന്റെ ചങ്ങല എവിടെ പൊട്ടുമോ പിന്നെ അതിനകത്ത്
വെളിപ്പെടുന്നത് മരണസംഹാരകനോ, മരണസംഹാരകനോ. തിരിച്ചറിഞ്ഞ് കരം പിടിച്ചോ, തിരിച്ചറിഞ്ഞ് കരം പിടിച്ചോ. ഹിസ്കിയാവിന്റെ മരണത്തെ മാറ്റി എഴുതിയ ദൈവം ആമേൻ നിന്റെ കുടുംബത്തിനകത്തുള്ള ചില മരണത്തിന്റെ മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റി എഴുതുവാൻ പോവുകയാ. ചൂടാമന അഥാരഘടക ശബ്ദനാരകൾ പ്രൗഢവന ധീപലഘടക ശബ്ദനാരകൾ ഘടകസി അർത്ഥപ്രൗഢവന ധീപലഘടക ശബ്ദാന റേഖേലെ ശംധേനെ റീഖാലഘടക ശബ്ദനാരകൾ ഘടകസി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഒരു പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ ആമേൻ മടിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ 3 ദിവസത്തിന് മുന്നേ ആ മോൾ എന്നോട് സാക്ഷ്യം പറഞ്ഞ, ഞാൻ ആ കുഞ്ഞിനെ കൗൺസിൽ ചെയ്യുവാൻ പോയപ്പോൾ, അവൾ കോളേജിലെ അസിസ്റ്റൻ്റ് പ്രിൻസിപ്പൾ, അവൾ ആമേൻ ഉജ്ജയിൻ സിറ്റിയിലെ ഒരു വലിയ കോളേജിലെ ആമേൻ അസിസ്റ്റൻ്റ് ആമേൻ പ്രിൻസിപ്പൾ ആ മോൾ. അവൾ പറഞ്ഞ വാക്ക് കേൾക്കണമോ? ആമേൻ, ആൻറ്റി ഇവിടെ വരാതിരുന്നെങ്കിൽ, ആൻറ്റി ഇവിടെ വരുന്നു എന്നുള്ള ടിക്കറ്റ് കൺഫർമേഷൻ ആകാതിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ എന്നെ ഇതിനകത്തിട്ട് കൊന്നുകളയുമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കണേ, പോയ ദൂത് എവിടെ, ആലോചന എവിടെ? ആമേൻ. ഹല്ലേലൂയ. അതിനകത്തൊന്ന് സംഭവിക്കാതിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഇവിടെ നിന്ന് അയച്ചു. ഒരു നിമിഷം ചിന്തിച്ചു നോക്കണേ, ഒരു അമ്മയും ആമേൻ ആമേൻ പാല് കൊടുക്കുന്ന ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആമേൻ ഇത്രയും ദൂരെ യാത്ര ചെയ്യത്തില്ല. ആമേൻ ഒരു ദിവസം പോയിട്ട് ആമേൻ 1 മണിക്കൂർ പോലും മാറിയിരിക്കത്തില്ല. ആമേൻ അനുഭവമുണ്ട്. സോണി സിസ്റ്ററുണ്ട്, മാളുണ്ട്. ഇവിടെയുള്ള ഓരോ അമ്മമാർക്കും അറിയാം നമ്മുടെ മക്കളെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വേദന എന്തെന്ന്. ആമേൻ ഈ വേദനയൊന്നും അന്നത്തെ ദിവസത്തിൽ ഈ തീക്കകത്തുകൂടെ ഞങ്ങൾ പോയപ്പോൾ ആമേൻ ഇതൊന്നും ഞങ്ങൾക്കൊരു വിഷയമായി തോന്നിയില്ല. പക്ഷേ കർത്താവ് ഒത്തിരി എണ്ണത്തിനെ അങ്ങ് പണിയുവാനിടയായി. ആമേൻ കടന്നുപോയ ഓരോന്നിനെയും കർത്താവ് പണിയുവാനിടയായി. ആ പണിഞ്ഞതിൻ്റെ സന്തോഷം കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഏറ്റവും വലിയ ശുശ്രൂഷ പ്രിയ ദൈവമക്കളെ കർത്താവ് ചെയ്യിപ്പിക്കുവാനിടയായി. അതെൻ്റെ കഴിവ് പറയുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആമേൻ ഞങ്ങൾ ഒത്തിരി ഇടത്ത് ട്രാവൽ ചെയ്തിട്ടുള്ളത്, ഒത്തിരി ചർച്ചുകളിൽ മെസ്സേജ് കൊടുത്തിട്ടുള്ളത്, ഒത്തിരി പേർക്ക് സ്പെഷ്യലി പ്രാർത്ഥിച്ചോ ദൈവാലോചന പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആമേൻ ഒരു അന്യ സ്റ്റേറ്റിൽ കടന്നുപോയി. ആമേൻ ഞാൻ ചിന്തിച്ചു, എന്തിനാ കർത്താവേ എന്നെ നീ ഇവിടെ കൊണ്ടുവന്നത്? എന്തായാലും ആമേൻ ഒത്തിരി പേരെ കർത്താവ് വിടിവിച്ച സംഭവമൊക്കെ ശരിയാ, പക്ഷേ നീ എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചത്, നിന്റെ മാതാപിതാക്കൾ ചെയ്തതിനേക്കാൾ അധികമായി നിന്നിലൂടെ ചെയ്യുവാൻ എനിക്ക് കഴിയും. എനിക്ക് പദ്ധതിയുണ്ട്. നിന്റെ നാവിന്മേലുള്ള അധികാരം എന്തെന്ന് തിരിച്ചറിയുവാൻ. ഒരു വ്യക്തിയെ കണ്ടാൽ നിന്നെ കൊല്ലുവാൻ നിൽക്കുന്നവനായാൽ പോലും അവൻ്റെ മുഖത്ത് നോക്കി ലജ്ജ കൂടാതെ, ഭയം കൂടാതെ ദൈവത്തിൻ്റെ ആലോചന വിളിച്ചു പറയുവാൻ ആമേൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ഇതെന്തെന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാ എന്നെ കർത്താവ് കൊണ്ടുപോയത്. സത്യമായിട്ടുവാ ഞാൻ പറഞ്ഞേ, ഇത് ആമേൻ എങ്ങനെയെന്ന് ആമേൻ അറിയാൻ വേണ്ടിയാ ആമേൻ കർത്താവ് എന്നെ കൊണ്ടുപോയത്. കാരണം ഒരാലയത്തിൽ വന്നിരിക്കുമ്പോൾ ആമേൻ ഏതെങ്കിലും ഒരു പുരുഷൻ ആമേൻ മെസ്സേജ് കൊടുക്കുന്ന ഒരു സ്ത്രീയെ നോക്കിയോ, അല്ലെങ്കിൽ പാടുന്ന ഒരു സ്ത്രീയെ നോക്കിയോ സൈറ്റ് അടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആമേൻ ഒരു 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 എന്താ പറയുക, ഒരു സെക്ഷുവൽ മൂഡിൽ നോക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷേ ഞാനത് ഫേസ് ടു ഫേസ് ആമേൻ ഏകദേശം 1/2 മണിക്കൂറോളം ഞാൻ അതിനെ റിജക്റ്റ് ചെയ്ത് പരിശുദ്ധാത്മാവിനാൽ ഞാൻ ശാസിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ആ വ്യക്തിയെ കർത്താവ് തൊട്ടപ്പോൾ അവൻ പരിസരം മറന്ന് കരയാൻ തുടങ്ങി. ഒത്തിരി ഡിഗ്രികളുള്ളതാ, MBA BBA ആമേൻ ഒത്തിരി ആമേൻ കമ്പ്യൂട്ടർ കോഴ്സുകൾ ആമേൻ ഉജ്ജയിൻ സിറ്റിയിൽ എന്തൊക്കെ പഠിച്ച് വലിയൊരു ലെവലിൽ എത്താൻ പറ്റുമോ ഇതെല്ലാം ഉണ്ട്. പക്ഷേ അവൻ്റെ ജീവിതം ശൂന്യവാ. അവൻ്റെ ബുദ്ധിയെ പിശാച് കവർന്നു കളഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഞാൻ വിചാരിച്ചു ചിലപ്പോൾ മെസ്സേജൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആമേൻ എന്നെ കൊന്നു കളയുമെന്ന്, അത്രയ്ക്ക് എന്നോട് കോപം കാണുമെന്ന്. പക്ഷേ ഈ മെസ്സേജ് കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ആമേൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ഷാക്കൻഡ് തന്നിട്ട് പുള്ളി അങ്ങോട്ട് കരയുവാൻ തുടങ്ങി. ആമേൻ നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ്. എൻ്റെ ജീവിതത്തെ കർത്താവ് ഇന്ന് തൊട്ടിട്ടുണ്ട്. ആമേൻ എൻ്റെ എല്ലാ കഴിവുകളെയും ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുവാൻ തയ്യാറാണ്. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. ആമേൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒത്തിരി വാക്കുകളെ കർത്താവ് എന്നെ കേൾപ്പിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവേ മുറിയടച്ച് മിണ്ടാതിരിക്കാനല്ല, ആമേൻ ഒരു സ്ഥാനത്ത്
മാത്രം ഒതുങ്ങിക്കൂടുവാനല്ല, കർത്താവ് പറക്കാൻ ചിറകുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആരടക്കിയ പരിശുദ്ധാത്മ വ്യക്തിപരമായി ദൂത് പറയുന്നത്, നിനക്ക് പറക്കാൻ ചിറക് തന്നിട്ടുണ്ടെങ്കിൽ ചിറക് വെട്ടി നീ ഒരിടത്തിരിക്കാമെന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. ചിറക് തന്നിട്ടുണ്ടെങ്കിൽ അത് ചിറകടിച്ച് ഉയരാൻ വേണ്ടിയാ. അത് ഒരിടത്തും കെട്ടിയിട്ട് നീ ഒതുങ്ങിക്കൂടുവാനല്ല. നിനക്ക് പറക്കാനാ ശുശ്രൂഷ തന്നേക്കുന്നേ, നിനക്ക് പറക്കാനാ അധികാരം തന്നേക്കുന്നേ. നീ ആരുടെ മുമ്പിലോ ആർക്കു വേണ്ടിയും നീ ഒതുങ്ങിക്കൂടരുത്. പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ശബ്ദന പ്രിയ ദൈവമക്കളെ, അവൻ അത്രത്തോളം കർത്താവ് സംസാരിക്കുവാനിടയായി. നമ്മുടെ ഇതിനകത്ത് നിന്ന് മെസ്സേജ് കൊടുക്കുന്നതിനേക്കാൾ ഒരു വ്യത്യസ്ത ശൈലിയിൽ കർത്താവ് ഉപയോഗിക്കുവാനിടയായി. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്യുന്ന 2-3 മെസ്സേജ് ഇങ്ങനത്തെ മെസ്സേജ് ആയിരിക്കും. കാരണം ട്രാൻസ്ലേഷനോട് കൂടെ വളരെ വ്യക്തമായ ക്ലിയറുകളൊക്കെ ഒന്നും ഇല്ലെങ്കിലും നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം പാസ്റ്ററോ അല്ലെങ്കിൽ ഇത് ക്രമീകരിക്കാനുള്ള ഒരാൾ കൂടെ ഇല്ലാത്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എങ്കിലും കർത്താവ് പറഞ്ഞതിനെ ശക്തിയോടെ വിളിച്ചു പറയുവാനിടയായി. ദൈവം തന്ന ആലോചനകളെ പറയുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ഞങ്ങളുടെ കഴിവുകളെ എവിടെ ഇടാൻ തയ്യാറായോ, ഞങ്ങളുടെ നാവുകൾക്കുള്ള വാക്ചാതുര്യത്തെ എവിടെ ഇടാൻ തയ്യാറായോ, അവിടെ മുതൽ കർത്താവ് ആമേൻ ഹല്ലേലൂയ ചലിപ്പിക്കുവാൻ തുടങ്ങി. നമ്മൾ ചിന്തിക്കും, ആമേൻ നമ്മുടെ ദേശത്ത് ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ നമുക്കവിടെ ഇരുന്ന് ആരാധിക്കാൻ പറ്റുമോ, നമുക്കവിടെ ജീവിക്കാൻ പറ്റുമോ? പ്രിയ ആൻറ്റിയോട് ചോദിച്ചാൽ അറിയാം, ഞങ്ങൾ പോകുന്ന ഓരോ ഗ്രാമങ്ങളിലും ഞങ്ങൾ പോകുന്ന ഓരോ സിറ്റിക്കകത്തും ആമേൻ നമ്മുടെ ഇത്രയും വീടുകൾ ഇരിക്കുന്നതിൻ്റെ നടുക്ക് ആമേൻ ഒരു ക്ഷേത്രമുണ്ട്. ആമേൻ അവിടെ പൂജകളുണ്ട്, ആമേൻ എല്ലാം ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ പെന്തക്കോസുകാരാണെങ്കിൽ പറയൂ, അവിടുത്തെ ദേവി ഓടിപ്പോട്ടെ, അവിടുത്തെ പിശാച് ഒഴിഞ്ഞു മാറട്ടെ, കാരണം നമുക്കെന്തോ ശല്യമാണെന്ന്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന നമുക്കറിയത്തില്ല നമ്മുടെ കർത്താവ് ഇതിനേക്കാൾ വലിയവനാണെന്ന്. ആ ഒരു വിഗ്രഹങ്ങളുടെ ഇടയിലിരുന്ന് ആമേൻ ദൈവമക്കൾ ആരാധിക്കുന്നത് കാണുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാര്, ആമേൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരുണ്ട്. ആമേൻ ഒരു ദിവസം ഞങ്ങളൊരു വീട്ടിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളത് വളരെ ആമേൻ ചിന്തയിലെടുക്കുക. ആമേൻ ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു മകൻ, വളരെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് പറയണമെന്ന് അറിയത്തില്ല, നല്ല സൗന്ദര്യമുള്ളൊരു മകൻ, ഒരു ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസറിൻ്റെ മോന. ഞങ്ങളൊരു മീറ്റിംഗ് സ്ഥലത്തിരുന്നപ്പോൾ ആമേൻ പരിശുദ്ധാത്മ ഓരോരുത്തരെയും വ്യക്തിപരമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യനൊരാഗ്രഹം, ഈ സിസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകണം, ആമേൻ എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിപ്പിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടുപോകാനിടയാ. ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിച്ചു. അതിനകത്ത് ഭൂതം ബാധിച്ചിരിക്കുന്ന ഒരുവൻ. ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, ഇവിടെ ആരൊക്കെയുണ്ട്, ഇപ്പോൾ ഈ വീട്ടിൽ ആരുണ്ട്? അപ്പോൾ ആൻറ്റി പറയുവാനിടെ എൻ്റെ ഒരു മോനുണ്ട്, ഒരു അല്പം ആമേൻ സിസ്റ്റർ പറഞ്ഞതുപോലെ ചെറിയൊരു പ്രശ്നക്കാരന്, അവൻ റൂം വിട്ട് വെളിയിൽ വരത്തില്ല. ആമേൻ കാരണം എന്ത്? കാരണം തിരക്കിയപ്പോൾ കോവിഡ് സമയത്ത് മൊബൈൽ അഡിക്ഷൻ ആയിപ്പോയി, ഗെയിം അഡിക്ഷൻ. ആമേൻ പൊട്ടന്മാർ പറയുന്നത് പോലെ ആമേൻ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് നിന്ന് കേൾക്കുന്നത് എവിടെയോ അവനും ഒരു ഭ്രാന്തനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആമേൻ അമ്മ തോറ്റുപോകും, അപ്പൻ തോറ്റുപോകും. അതിനേക്കാൾ മകന് ആമേൻ സൗന്ദര്യം. പ്ലസ് ടുവിന് എങ്ങാണ്ടോ പഠിക്കുന്ന മകന് ഡിപ്രഷനായി പോയി. കൂട്ടുകാരുടെ ഇടയിൽ ഇരിക്കുവാൻ മനസ്സില്ല, കുളിക്കാൻ മനസ്സില്ല. ആമേൻ എന്തിനു പറയുന്നു, റൂം വിട്ട് ഹാളിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ആമേൻ ഞാൻ എന്തായാലും അമ്മാമ്മയോട് പറഞ്ഞു, ഒന്ന് ആ പയ്യനെ ഒന്ന് ചെന്ന് നോക്കി. അമ്മാമ്മ ചെന്ന് നോക്കിയപ്പോൾ ആമേൻ അവിടുത്തെ സൗകര്യങ്ങളൊക്കെ കുറവാണ്, എങ്കിലും അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ വീടെല്ലാം ഇച്ചിരി ആമേൻ വലിയ വീട്. ആമേൻ 2 ഇടം ചാടിയിൽ ഇവന് മാത്രം തിരിഞ്ഞും മറിഞ്ഞു പോലും കിടക്കാൻ പറ്റാത്ത ഇടത്തിനകത്ത് ഇവനൊരു ഭ്രാന്തനെ പോലെ കിടന്ന് മൊബൈലിൽ കളിക്കുന്നു. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആമേൻ അവനെ ഒന്ന് വിളിക്കുക. ആദ്യം വിളിച്ചപ്പോൾ അവൻ വന്നില്ല. രണ്ടാമത് ആമേൻ പാസ്റ്റർ അമ്മാമ്മ പോയി വിളിച്ചു. ആമേൻ അവൻ പുറത്തു വന്നു. പ്രിയ ദൈവമക്കളെ, അവൻ എണ്ണ പൂശി ശക്തമായി പ്രാർത്ഥിക്കുവാനിടയായി. കഴിഞ്ഞ ദിവസം ആമേൻ അറിയുവാനിടയായി അവൻ റൂമും വിട്ട് പുറത്തിറങ്ങുവാൻ തുടങ്ങി. നമ്മുടെ കർത്താവ് വലിയവനാ. അവൻ്റെ ബന്ധനത്തെ കർത്താവ് പൊട്ടിക്കുവാനിടയായി. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുക, മൊബൈലിൻ്റെ ഉപയോഗമൊക്കെ നമുക്ക് ആവശ്യമാണ്. അർദ്ധരാത്രികളിൽ മണിക്കൂറുകൾ നിങ്ങൾ മൊബൈലിന് ചെലവഴിക്കുന്ന സമയം നമുക്ക് ഉറങ്ങാനും സമയം ആവശ്യമാണ്. നമ്മുടെ മാതാപിതാക്കളോടൊപ്പം സ്പെൻഡ് ചെയ്യുവാൻ സമയം ആവശ്യമാണ്. നമ്മുടെ ഭാര്യയോട് ഭർത്താവിനോടൊപ്പം ആമേൻ സ്പെൻഡ് ചെയ്യുവാൻ നമുക്ക് ടൈം ആവശ്യമാണ്. പക്ഷേ നല്ല സമയം നമ്മുടെ കുടുംബത്തോടൊപ്പം നിന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കണ്ടതാ. നിങ്ങളുടെ നല്ല സമയം കുടുംബത്തോടൊപ്പം നിങ്ങൾ ആസ്വദിച്ചില്ലെന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ ആമേൻ ഒരു സമയം കഴിയുമ്പോൾ ആരും കാണത്തില്ല. പരസ്പരം വഴക്ക് പറയാനും അടികൂടാനുമേ നമുക്ക് കഴിയത്തുള്ളൂ. ആമേൻ ആമേൻ ഞായറാഴ്ച ഞങ്ങളൊരു ആമേൻ ഗ്രാമത്തിൽ ആദിവാസികളുടെ ഇടയിൽ ഞങ്ങൾ ശുശ്രൂഷിക്കാൻ പോയി. ആമേൻ അവിടെ പോകുന്നതിന് മുമ്പ് പാസ്റ്റർ പറഞ്ഞു, ഒത്തിരി കിലോമീറ്റർ യാത്രയുണ്ട്, പോകാൻ പറ്റുമോ? ആമേൻ ഞാൻ പറഞ്ഞു, ആൻറ്റിയുടെ കാര്യം എനിക്കറിയത്തില്ല, എങ്കിലും ആമേൻ ആൻറ്റി ഞാൻ വന്നാൽ ആൻറ്റി കൂടെ കാണും. ഞങ്ങൾ 5-5.5 മണിക്കൂറും ആമേൻ ഒരു ദിവസം മുഴുവനും യാത്ര ചെയ്യാൻ ഞങ്ങൾ തയ്യാറതാ, ഞങ്ങൾ ചെയ്തിട്ടുള്ളതാ, ഞങ്ങൾ വരാം. ആമേൻ പോകുന്നതിന് മുമ്പ് മോൾ എന്നോടൊരു വാണിംഗ് ചെയ്തു. ആമേൻ ആൻറ്റി അവിടെ പോകുമ്പോൾ ഫുഡ് മാത്രം കഴിക്കരുത്, ആൻറ്റിക്ക് പറ്റത്തില്ല. ആമേൻ എങ്കിലും മനസ്സോടെ ഞങ്ങൾ അവിടെ പോയി. പ്രിയ ദൈവമക്കളെ, അവിടെ കണ്ടതിലൊരു വ്യത്യസ്തത ഞാൻ പറഞ്ഞു തരാം. നമ്മളും അവരുമായിട്ടുള്ള വ്യത്യാസം. ആമേൻ ആമേൻ ഉടുക്കാൻ നല്ല വസ്ത്രമില്ല. ഒരു പക്ഷെ ഞാൻ ചിന്തിക്കുന്നു അവരുടെ വേഷം അതാ. ആമേൻ ചോളി ബ്ലൗസും പാവാടയും ഇട്ട് ആമേൻ ഷോളുകളും ഇങ്ങനെ പുതച്ച് ആമേൻ 11 മണിക്കാണ് സാധാരണ അവിടുത്തെ മീറ്റിംഗ്. ഞങ്ങൾ ഗസ്റ്റായി ചെന്നതുകൊണ്ട് 10 മണിക്ക് മീറ്റിംഗ് വെച്ചു. ഏകദേശം 9:30 മണിയായപ്പോൾ ഓരോ വ്യക്തികളായി കിലോമീറ്ററുകളും താണ്ടി നടന്നു വരുന്നത് വെറുതെ ചുമ്മാതല്ല. എനിക്ക് തോന്നുന്നു ഒരു 80 വയസ്സ് പ്രായമെങ്കിലും വരുന്ന ഒരു 7-8 അമ്മച്ചിമാരുണ്ട്. കാലിൻ്റെ പാദത്തിൽ മുഴുവനും ആമേൻ തളയാണെന്ന് തോന്നുന്നു. ആമേൻ വെള്ളിയിലെ തള ഇങ്ങനെ പൂട്ടിയിട്ടുണ്ട്, പ്രായമുള്ളവർക്ക് മാത്രം. ആമേൻ കാതുകളിലൊക്കെ ആമേൻ കാണാൻ നല്ല ഭംഗിയുള്ള ആമേൻ കമ്മലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ആമേൻ കൈ നിറയെ കലബലാ ശബ്ദം കേൾക്കുന്ന വളകൾ ഇട്ടിട്ടുണ്ട്. ആമേൻ അവരൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാൻ വരുന്നുണ്ട്. ആമേൻ വരുന്ന ചില അമ്മച്ചിമാരുടെ തലയിൽ ഓരോ ചാക്കുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കരുതി ആമേൻ ഞാനും ആൻറ്റിയും ആൻറ്റിക്ക് സംഭവം പിടികിട്ടി കാണും, പക്ഷെ എനിക്കിവിടെ പിടികിട്ടിയില്ല. കാരണം നമുക്ക് ആ സമ്പ്രദായം ഞങ്ങൾ ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, അവർ കടയിൽ പോകുന്ന വഴിയിൽ ആമൻ സാധനങ്ങൾ മേടിച്ച് ഇവിടെങ്ങാനും ഒതുക്കി വെച്ചിട്ട് അവർ ദൈവത്തെ ആരാധിക്കാൻ വരുന്നതായിരിക്കും. പക്ഷേ എൻ്റെ ബുദ്ധി തെറ്റി. ആമേൻ ഹല്ലേലൂയ. നേരെ ഇവർ കൊണ്ടുവന്ന ചാക്കുകളെ എല്ലാം ആമേൻ ഈ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലോട്ട് അങ്ങ് നിരത്തി വെച്ചു. അപ്പോൾ എനിക്ക് സംഗതി പിടികിട്ടി, അവരുടെ അധ്വാനത്തിലെ ദശാംശമാണ് അവരവിടെ കൊണ്ടുവന്ന് നിരത്തി വെക്കാനിടയായി. അവരുടെ കൃഷിയിലെ നന്മ. ആമേൻ ഒരാളുടെ കയ്യിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു 10 വെണ്ടയ്ക്ക വരും. അവരുടെ വീട്ടിൽ കൃഷി ചെയ്ത വെണ്ടക്കയുടെ ദശാംശം കൊണ്ട് അവർ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് അവിടെ ആരും പിന്നെ ഹാളിനകത്ത് കയറിയില്ല, എല്ലാവരും വെളിയിൽ അങ്ങ് നിരന്നിരുന്നു. ആമേൻ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ ഗസ്റ്റ് ആയതുകൊണ്ട് അവിടെയുള്ള സ്ത്രീ പുരുഷന്മാർ വ്യത്യാസമില്ലാതെ ഞങ്ങളെ വന്ന് ജയ്ശ്വ എന്ന് പറഞ്ഞ് പ്രൈസലോട് തന്നിട്ട് അഭിസംബോധന ചെയ്തു പോയി. ഞങ്ങൾക്ക് ആദ്യം ഇച്ചിരി ചിരിയൊക്കെ വന്നു, പക്ഷേ പിന്നെ അവരുടെ ആ സ്നേഹാദരവ് കണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ഇവിടെ ഒരാളോടൊരു പിണക്കം കണ്ടാൽ ഒരു ഷെയ്ക്കൻഡ് കൊടുക്കാൻ മടി, ഒരു സ്തോത്രം പറയാൻ മടി. എന്തിനു പറയുന്നു? മുഖത്ത് നോക്കാൻ മടി കാണും, പക്ഷേ അവരുടെ ഇടയിൽ പിണക്കമില്ല, കലഹമില്ല. എല്ലാവരും ഒരേ ആമേൻ സന്തോഷത്തോടു കൂടെ പ്രൈസ്തലോട് കൊടുത്തിട്ട് ആമേൻ എല്ലാവരും നിരന്നിരുന്നു. ആമേൻ പാസ്റ്റർ വീട്ടിൽ എരുമയുള്ളത് കൊണ്ട് പുള്ളി എന്ത് ചെയ്തു? ആമേൻ ഓരോ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇവര് ഒരൊറ്റ എണ്ണം ആ ഹാളിൻ്റെ വെളിയിലിരുന്നില്ല. ആമേൻ എൻ്റെ മെസ്സേജ് കഴിഞ്ഞിട്ട് ആൻറ്റിയും 10 മിനിറ്റ് സാക്ഷ്യം കഴിഞ്ഞിട്ട് ജിത്തു അത് സ്ക്രീനിലിട്ട് തരും. ആമേൻ ഓരോ സഹോദരിമാർ അവരുടെ സെക്ഷനിൽ അങ്ങ് നിരന്ന് സ്റ്റഡിയായി തറയിലിരിക്കാൻ തുടങ്ങി. സഹോദരന്മാരും സ്റ്റഡിയായി ഓരോ വരികളിലായി ഇരിക്കുവാൻ തുടങ്ങി. കുഞ്ഞുങ്ങളും അതിനിടയിൽ ഇരിക്കുവാൻ തുടങ്ങി. ഫസ്റ്റ് പോർഷൻ ആമേൻ ചെണ്ടയാണെന്ന് തോന്നുന്നു. അടിക്കുന്നയാൾ കഴുത്തിൽ കൂടെ ഇട്ട് ഒരു സ്ഥാനത്ത് പുള്ളി ഇരുന്നു. പുള്ളി 41 ദിവസത്തെ ഉപവാസത്തിൽ ആമേൻ ഏകദേശം 36ാമത്തെ ദിവസത്തിലാണ് ഞങ്ങൾ അന്ന് അവിടെ ചെല്ലുന്നത്. ആമേൻ പുള്ളി ആമേൻ ഉപവാസം കഴിയുമ്പോൾ ആമേൻ അറുക്കുവാൻ, എനിക്ക് തോന്നുന്നു അവിടുത്തെ പാസ്റ്റും 41 ദിവസം ഉപവാസം കഴിയുമ്പോൾ അറുക്കാനുള്ള ഒരു കുഞ്ഞാടുമായിട്ടാ പുള്ളി വരുന്നത്. ആലയത്തിന്റെ പുറത്ത് ആടിനെയും കെട്ടിയിട്ട് ആമൻ പുള്ളി ആമൻ ഇവരെല്ലാവരും അങ്ങോട്ട് ആലയത്തിനകത്തോട്ട് അങ്ങ് നിറഞ്ഞിരിക്കുവാൻ തുടങ്ങി. ഒരു സൈഡിൽ 2 കൂട്ടർ ചിങ്കി അടിക്കാൻ, ഒരു കൂട്ടർ കയ്യിൽ കെട്ടുന്ന ഒരു ആമൻ കാലിൽ കെട്ടുന്ന പോലത്തെ ഒരു ചെലങ്ക പോലത്തെ ഒരു സാധനം കയ്യിൽ വെച്ച് ആമൻ അടിക്കാൻ കൊണ്ടുവന്നു. അടുത്തൊരാൾ ആമൻ അത് ഞാൻ ആമൻ ക്ഷേത്രങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര വെയിറ്റ് ഉള്ളൊരു സാധനം ഇങ്ങനെ കുലുക്കുമ്പോൾ അതിനകത്തുനിന്ന് ഡും ഡും പോലെ ഇങ്ങനെ ചെലങ്കയുടെ ശബ്ദം, ഇങ്ങനെയുള്ള വാദ്യോപകരണങ്ങൾ വെച്ച് ആമൻ ഇവരങ്ങ് ഇരിക്കാൻ തുടങ്ങി. ഏകദേശം 15 മിനിറ്റോളം അതിനകത്തുനിന്ന് അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങി. ആദിവാസി ഭാഷയിൽ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങളുടെ ശരീരം അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയാം, ഒരു തീയുടെ വലിയ അഭിഷേകം. അന്യഭാഷകൾ അവർ സ്തുതിക്കുവാൻ തുടങ്ങി. ശക്തമായിട്ടുള്ള പ്രാർത്ഥന. ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും അതിനകത്തുനിന്ന് അനങ്ങിയിട്ടില്ല. പ്രാർത്ഥനയുടെ ദീപം അങ്ങ് കത്തുവാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പം മനസ്സിലായി
മനസ്സിലായി ഇന്നത്തെ മെസ്സേജ് എന്തായാലും തീപ്പൊരി പൊളിക്കും. കാരണം ആമേൻ ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ പിന്നെ നിയന്ത്രിക്കുന്നത് മുഴുവനും കർത്താവ്. എൻ്റെ ഇഷ്ടമൊന്നും അതിനകത്ത് നടക്കത്തില്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആമേൻ, ഞങ്ങളെ പ്ലാറ്റ്ഫോമിൽ അവർ സ്വീകരിച്ചു. അതിനേക്കാളുപരി വലിയൊരു സന്തോഷം, ഞങ്ങളുടെ ജീവിതത്തിൽ ആരും തരാത്ത വലിയ അംഗീകാരം. ആമേൻ, പൂച്ചെണ്ട് മാലയെ കൊണ്ട് ഞങ്ങൾക്ക് കഴുത്തിലിട്ട് സ്വീകരണം നൽകുവാനിടയായി. ഞാൻ ഞാൻ വിചാരിച്ചു മെസ്സേജ് തീരുന്നത് വരെ ഈ അലങ്കാര മാലയും ഇട്ടൊന്ന് മെസ്സേജ് കൊടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ വെറുതെ ഒരു അടവി തരുക്കൾ പാട്ടുകൊണ്ട് ലോകം മുഴുവൻ ഇഷ്യൂ വന്ന് ഞാനായിട്ട് എന്തിനാ ഒരു പൂമാല കൊണ്ട് ഒരു ഇഷ്യൂ എനിക്ക് തന്നെ ഉണ്ടാക്കുന്നേ? ഞാനതങ്ങ് വിട്ടുകൊള്ളു. എന്നിട്ട് ഞാൻ എല്ലാവരെയും നോക്കി. ആമേൻ, ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങൾ 6 പേരുണ്ട്. പാസ്റ്റർ, ഭാര്യ, ആൻറ്റി, ഞങ്ങൾ 4 പേർക്കും അവർ പൂമാല ഇട്ടു. ഞാൻ ഓരോരുത്തരെയായി നോക്കാൻ തുടങ്ങി. ആരെങ്കിലും ഊരി വെച്ചോ, അത് കഴുത്തേൽ ഇട്ടേക്കുന്നോ? എന്തായാലും ഇട്ട ഫോട്ടോയൊക്കെ അവരെടുത്തു. അതുകൊണ്ട് സന്തോഷമായി. ഞാനിതിനെ ഊരി വെച്ചു. ആമേൻ, എന്നിട്ട് ആമേൻ മെസ്സേജിനുള്ള സമയത്ത് അങ്ങോട്ട് മെസ്സേജിന് കയറുവാനിടയായി. പ്രിയ ദൈവമക്കളെ, മെസ്സേജ് തീരുന്നത് വരെ എല്ലാണ്ണും മുട്ടിന്മേലിരുന്ന് ആ മെസ്സേജ് തീരുന്നത് വരെ ആ പ്രസംഗം കേട്ടു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇവർക്കൊന്നും കഠിനമായി പറഞ്ഞാൽ ഏൽക്കത്തില്ല. ഞാൻ എന്ത് പറയും? ഞാൻ എന്താണ് അവർക്ക് മെസ്സേജ് പറയേണ്ടത്? നമ്മുടെ ഇവിടുത്തെ രീതി വേറെയാണല്ലോ. ഇവർക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവത്തില്ല. പാസ്റ്ററോട് ഞാൻ ചോദിച്ചു, പാസ്റ്ററിന് ഇവരുടെ ഭാഷ അറിയാമോ? പാസ്റ്റർ പറഞ്ഞ്, സിസ്റ്റർ അറിയാം, ധൈര്യമായിട്ട് അങ്ങ് കീച്ചിക്കോ. എന്തായാലും വിശ്വാസത്തെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് പ്രസംഗിക്കുവാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, ഒരു വിശ്വാസം ആമേൻ അടുത്തതിനെ ഉളവാക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുമെന്ന്. ആമേൻ, ശക്തിയായി ജനം ആരാധിക്കുവാൻ തുടങ്ങി. അഭിഷേകത്തിന്റെ തീ ഇറങ്ങുവാൻ തുടങ്ങി. ബന്ധനങ്ങളിൽ ഉണ്ടായിരുന്നവരെ കർത്താവ് ബന്ധനങ്ങളിൽ നിന്ന് പൊളിച്ചു മാറ്റി. ഭൂതങ്ങൾ പുറത്താക്കപ്പെട്ടു. അഭിഷേകം പ്രാപിക്കേണ്ടതിനെയൊക്കെ കർത്താവ് അഭിഷേകത്തിൽ നിറയ്ക്കുവാനിടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് കഴിഞ്ഞു. ആമേൻ ഹല്ലേലൂയ. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട സാക്ഷ്യം പറയേണ്ടവർക്ക് സാക്ഷ്യം പറയുവാനുള്ള അവസരം കൊടുത്തു. ആമേൻ, അങ്ങനെ 2 പേർ സാക്ഷ്യം പറയുവാൻ എഴുന്നേറ്റ് നിന്നു. ആമേൻ, എനിക്കപ്പോൾ സംഗതി എന്താണെന്ന് മനസ്സിലായില്ല. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ആമേൻ പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് സംഭവം എനിക്ക് പിടികിട്ടിയത്. ആമേൻ, അവർ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞു. ആമേൻ, പണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു സംഭവമാണ്. ഇന്ന് അതെല്ലാം എടുത്തു മാറ്റപ്പെട്ടു. അതാണ് കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ദിവസം പറയുവാനിടയായി. താലന്തുകളുടെ ഉപമ പറഞ്ഞു. ആമേൻ, കൊടുത്തവൻ ചെയ്യാത്തത് കൊണ്ട് ആമേൻ ചെയ്യുന്നവൻ ഇതിനെ തിരിച്ചു കൊടുക്കുവാൻ, ആമേൻ കർത്താവ് ആമേൻ ചെയ്യാത്തവനിൽ നിന്ന് ചെയ്യുന്നവൻ എടുത്തു കൊടുക്കാനിടയായി. ആമേൻ, അതുപോലെ ആമേൻ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമ്പ്രദായം ഇവിടെ ആർക്കും ചെയ്യാൻ വയ്യാഞ്ഞതുകൊണ്ട് കർത്താവ് നേരെ നോർത്ത് ഇന്ത്യയിലേക്ക് കൊടുത്തു. അവിടെ ഉള്ളവർ സാമ്പത്തികമായൊക്കെ ഒത്തിരി ആമേൻ ബുദ്ധിമുട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും ഞാനത് പറയട്ടെ. ആമേൻ, ഒരു ആൻറ്റിക്ക് ആമേൻ പനി വന്നു, കടുത്ത പനി വന്നു. അപ്പോൾ ഇവരുടെ ഗ്രാമത്തിൽ ഹോസ്പിറ്റൽ ഇല്ലാത്തത് കാരണം ഇവർക്ക് മെയിൻ സിറ്റി പോകണം. ഒത്തിരി ദൂരം യാത്ര ചെയ്ത് അർദ്ധരാത്രിയിൽ അവർക്ക് പോകണം. അന്ന് രാത്രി അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞതാ, കർത്താവേ, ഈ പനി എനിക്ക് ഇന്ന് രാത്രി തന്നെ മാറ്റി തന്നാൽ അടുത്ത ഞായറാഴ്ച ഞാൻ ആലയത്തിൽ പോകുമ്പോൾ 500 രൂപ ആമേൻ ഞാൻ നേർച്ചയായി വെക്കാം. എല്ലാവരും കേട്ടോ? ആരെങ്കിലും കേൾക്കാതെയുണ്ടോ? അവർ പറഞ്ഞ വാക്കിതാ. ദൈവത്തോട് അവർ പറഞ്ഞത്, മനുഷ്യനോടല്ല. എനിക്ക് ഈ പനി മാറ്റി തന്നാൽ 500 രൂപ ഞാൻ പള്ളിക്ക് നേർച്ചയായി കൊടുക്കാം. അവർ പറഞ്ഞത് ചുമ്മാതല്ല. അവരുടെ ഉള്ളിലുള്ള വിശ്വാസം അത്ര വലുതായിരുന്നു. അവർ ആമേൻ നേർച്ച നേർന്നു. അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പനി അപ്പം തന്നെ വിട്ടുമാറി. കാരണം അവരുടെ വിശ്വാസം അത്ര വലുതായിരുന്നു. കാരണം ഇതെനിക്ക് നിങ്ങളോട് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. നിങ്ങൾ അവിടെ ദൈവം അനുവദിച്ചാൽ ആമേൻ നമുക്ക് നെക്സ്റ്റ് വെക്കേഷൻ ടൈം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് 1-2 എണ്ണത്തിനെങ്കിലും കൊണ്ടുപോയി അവിടെ കാണിക്കണം. കാരണം ഞാൻ പറയുന്നതിനേക്കാൾ ഇത് കടന്നുപോയി കണ്ടവർ ഇത് സാക്ഷ്യം പറയുമ്പോൾ ഭയങ്കര ആമേൻ അതൊരു ഭയങ്കര ഇതാ. കാരണം ഒന്നിൽ നിന്ന് അടുത്തതിലോട്ട് അത് കത്തും ഉറപ്പാ. കാരണം അവർ സാക്ഷ്യം പറഞ്ഞിട്ട് ആമേൻ ഇത് കൊണ്ട് നേർച്ചപ്പെട്ടിയിൽ കൊണ്ടിടുവാനിടയായി, സ്തോത്രക്കാഴ്ച പെട്ടിയിൽ കൊണ്ടിടുവാനായി. 2 ആമേൻ ഒരു സഹോദരിയുടെ പശുവോ ആടോ എങ്ങോണ്ട രോഗമായി നിന്നു. അവർ പ്രാർത്ഥിച്ചു, ആമേൻ ഇതിൻ്റെ അസുഖം മാറ്റിയാൽ ആമേൻ എനിക്ക് ആമേൻ ഞാൻ ആലയത്തിൽ ഇത്ര രൂപ നേർച്ചയായി വെക്കാം. ആമേൻ ആ ഡോക്ടറിന് കൊടുക്കേണ്ട പൈസ ഞാൻ ആലയത്തിൽ കൊണ്ടുവയ്ക്കാം. പ്രിയ ദൈവമക്കളെ, അവർ പ്രാർത്ഥിച്ച് കണ്ണു തുറന്നത് അവരുടെ ആമേൻ എരുമയുടെ രോഗം തീർന്നു. കർത്താവ്
അവരോട് അവർ ദൈവത്തോട് എന്താണ് ഉടമ്പടി ചെയ്തത് അത് അവർ കൊണ്ട് ആമേൻ ആമേൻ ചർച്ചിൽ കൊണ്ട് വെക്കുവാനിടയായി. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പനും അമ്മയും ശുശ്രൂഷയിൽ നിന്നപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. പക്ഷേ ഇന്ന് ആരും ഈ സമ്പ്രദായം നമ്മുടെ ഇടയിൽ ചെയ്യുന്നില്ല. ആരെങ്കിലും ഇതിനകത്ത് കണ്ടിട്ടുണ്ടോ? ആരും ചെയ്യുന്നില്ല. ഇന്നത് നടക്കുമെങ്കിൽ ആമേൻ പലരും വാ കൊണ്ട് പറയും, പക്ഷേ 10 പൈസ കൈ വരുമ്പോൾ അതൊക്കെ ടാറ്റ പറഞ്ഞ് ആമേൻ ഇട്ട് കളഞ്ഞിട്ട് പോകും. പക്ഷേ ആമേൻ അവിടത്തുകാർ അങ്ങനെയില്ല. അവർ കൊടുക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാധാന്യം. ഏകദേശം ആൻറ്റിയും അരമണിക്കൂർ മെസ്സേജ് എടുത്തു. ഞാൻ കരുതി ആൻറ്റി എങ്ങനെ ആമേൻ സംസാരിക്കും. പക്ഷേ പ്രിയ ദൈവമക്കളെ, ആമേൻ ആൻറ്റിയും ആമേൻ നിന്നാൽ അറിയാമല്ലോ, ആമേൻ അനുഗ്രഹമായിട്ട് അങ്ങോട്ട് മെസ്സേജ് കൊടുക്കുവാനിടയായി. പിന്നെ ആമേൻ നമ്മൾ ഹിന്ദു പാരമ്പര്യത്തിൽ നിന്ന് വരാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ ആൻറ്റി അതൊക്കെ വെച്ച് അങ്ങ് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആൻറ്റിയും കൊടുത്തു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മേലുള്ള കൃപ എന്തെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ മേലുള്ള അഭിഷേകം എന്തെന്ന്, നമ്മുടെ മേൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തെന്ന് നമ്മൾ ഈ ദിവസങ്ങൾ തിരിച്ചറിയുക. ദൈവം ഓരോരുത്തർക്കും ഏൽപ്പിച്ച താലന്തുകൾ, ദൈവം ഓരോരുത്തർക്കും നൽകിയ കൃപകളെ നമ്മളത് വ്യാപാരം ചെയ്യുവാൻ തുടങ്ങണം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന ബൈബിൾ സ്റ്റഡിയിൽ ശക്തമായി കുടുംബ ജീവിതത്തിന്റെ പണിയലിനെ കുറിച്ച് കർത്തദാസൻ ക്ലാസ് എടുക്കുവാനായി. ഞാൻ സത്യം പറഞ്ഞ ഇവിടെ നിന്ന് കാറിൽ കയറിയപ്പോൾ ഞാൻ പാസ്റ്റോട് ചോദിച്ചു, രാജമ്മ എൻ്റെ വിചാരിക്കും ആമേൻ ഞാൻ വന്ന് ഇവിടെ എല്ലാം പറഞ്ഞു തന്നു കാണും, ഇവിടെ വന്ന് എല്ലാം പറഞ്ഞിട്ടായിരിക്കും പാസ്റ്റർ അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തത്. പാസ്റ്ററിനെ എന്നെ നോക്കി, അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ സ്റ്റഡി ഞാൻ ആൻറ്റിക്ക് എടുക്കുകയായിരുന്നു. അതിന് ആൻറ്റി കരഞ്ഞത് ആമേൻ കുടുംബത്തെക്കുറിച്ചുള്ള, കുടുംബം എന്താണെന്നും കുടുംബ ജീവിതം എന്താണെന്നും ശുശ്രൂഷ എന്താണെന്നുമുള്ള ഒരു ആമേൻ ക്ലാസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആമേൻ ഒരു ഫാമിലിക്ക് കൊടുത്തിട്ടാ വന്നേ. അതേ സ്പോട്ട് ദൂത കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ പറഞ്ഞത് ഞാനപ്പം ചിന്തിച്ച്, കർത്താവേ ആൻറ്റി എന്ത് ചിന്തിച്ച് കാണും. പക്ഷേ പരിശുദ്ധാത്മാവിന് ഒന്നും മറവല്ല. കർത്താവ് ആഗ്രഹിക്കുന്നു കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ. നമ്മളെ ഒറ്റയ്ക്ക് കർത്താവിന് ആവശ്യമില്ല, നമ്മളെ ഒറ്റയ്ക്ക് ആവശ്യമില്ല, നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ ആവശ്യമില്ല. ദൈവം ഏൽപ്പിച്ച കുടുംബത്തെ നമുക്ക് ആവശ്യമാണ്, നമ്മുടെ തലമുറകളെ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ ആമേൻ ആമേൻ ബൈബിൾ സ്റ്റഡി ആണെങ്കിലും അതൊരു ദൂതായിരുന്നു. എത്ര പേർ കേട്ടെന്ന് എനിക്കറിയത്തില്ല. മാതാപിതാക്കൾ അനുഗ്രഹത്തോടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം കണ്ട് അസൂയ പൂണ്ട് തലമുറകൾ വിടുവിക്കപ്പെടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതൊരു ദൂതായിരുന്നു. എത്ര പേർ അത് കേട്ടെന്ന് എനിക്കറിയത്തില്ല. മാതാപിതാക്കളുടെ സ്നേഹവും സന്തോഷവും ഐക്യതയും അവരുടെ ആമേൻ സ്നേഹത്തിന്റെ വാക്കുകളും കണ്ട് കെട്ടപ്പെട്ട് കിടക്കുന്ന മക്കൾ തിരിച്ചറിയണം, ഇതുപോലെ ഞാനും സന്തോഷിക്കേണ്ടതാണ്. മുടിയനായ പുത്രൻ വന്നതുപോലെ ആമേൻ ഹല്ലേലൂയ എൻ്റെ തലമുറകളും മടങ്ങി വരണം. അതൊരു ദൂതായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായെന്നോ എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ടും ഞാൻ അവിടെ ഈ ദൂതനെ കുറിച്ച്, ഹിസ്കിയാവിനെ കുറിച്ച് ഞാൻ അവിടെ പറഞ്ഞില്ല. പക്ഷേ ആമേൻ ഒരു സമയം എനിക്കവിടെ കിട്ടി. അന്ന് ഞാൻ ആ കർത്തദാസനോട് ദൈവാലോചന പറഞ്ഞു, ആമേൻ ഇതിനകത്തൊരു മരണം ഉണ്ടായിരുന്നു, ആ മരണത്തെ നീക്കം ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. അത് സത്യമാണ്. എനിക്ക് ആ വ്യക്തിയുടെ പേര് പറയുവാൻ കഴിയത്തില്ല. കാരണം അത്രത്തോളം ഒരു പ്രഗത്ഭനായ കുടുംബം, അവൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കുടുംബം. ആമേൻ ഹാലി. ഒന്ന് ചിന്തിച്ചു നോക്കണമേ, മരണത്തിന് വേണ്ടി ആമേൻ ആ മരണത്തിന് വിധിക്കപ്പെട്ട യെശയ്യാ പ്രവാചകനിലൂടെ ഹിസ്കിയാവിനോട് പറഞ്ഞു, നിന്റെ ഗൃഹകാര്യങ്ങളെല്ലാം നോക്കുക, ആമേൻ നിനക്ക് ക്രമീകരിക്കാനുള്ളതെല്ലാം ക്രമീകരിപ്പാൻ നിനക്ക് ഞാൻ അല്പസമയം തരുന്നു, ആമേൻ നീ മരിച്ചു പോകും. ആമേൻ ഹല്ലേലൂയ. മരണത്തിന്റെ ദൂത് കേട്ടതും അഭിഷക്തൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ആമേൻ അതാ ഞാൻ പറഞ്ഞത്, ഒരു ദൂത് നിന്നോട് അറിയിക്കുമ്പോൾ നീ അതിനു മുമ്പിൽ സമർപ്പിക്കുവാൻ തയ്യാറാകണം, അതിനു മുമ്പിൽ നീ കരയുവാൻ തയ്യാറാകണം. കർത്താവേ അതെൻ്റെ നന്മയ്ക്കാ പറഞ്ഞത്, അതെൻ്റെ തിന്മയ്ക്കല്ല, അതെൻ്റെ നന്മയ്ക്കാ പറഞ്ഞത്. അത് ഏറ്റെടുത്ത് അങ്ങയുടെ കരയുവാൻ തുടങ്ങിയപ്പോൾ ആമേൻ ഞങ്ങൾ രണ്ടുപേരും ആരാണെന്ന് ചിന്തിക്കാതെ പുള്ളിയും ഫാമിലിയും കരയുവാൻ തുടങ്ങിയപ്പോൾ ആമേൻ ഹല്ലേലൂയ മകളും അമ്മയും ആമേൻ ഹല്ലേലൂയ ആ ദാസനും കരയുവാൻ തുടങ്ങിയപ്പോൾ പ്രിയ ദൈവമക്കളെ പരിശുദ്ധാത്മാവ് എന്നോട് അടുത്ത് ദൂത് പറയുന്നു, ആമേൻ നിനക്ക് നഷ്ടമായതിനെല്ലാം കർത്താവ് മടക്കി തരുവാൻ പോകുന്നു, നിന്റെ ആയുസ്സിനെ കർത്താവ് നീട്ടുവാൻ പോകുന്നു, നിനക്ക് നഷ്ടപ്പെട്ട എല്ലാ ആമേൻ ഹല്ലേലൂയ
എല്ലാ ഉയർച്ചകളെയും ഉന്നത സ്ഥാനങ്ങളെയും കർത്താവ് നിനക്ക് മടക്കി നൽകുവാൻ പോകുന്നു. ആമേൻ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ചെയ്യുക തന്നെ ചെയ്യോ. ആമേൻ. ഹല്ലേലൂയ. ആദിവാസികളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ, പുള്ളി നേവി ഓഫീസറായിരുന്നു. പുള്ളിയുടെ നേവി പദവിയെ റിസൈൻ ചെയ്തിട്ട് ആദിവാസികളുടെ ഇടയിൽ കർത്താവിന്റെ വേലയ്ക്ക് ചെന്ന് നിൽക്കുന്നത്. ആ ദൈവദാസനെ കർത്താവ് മാനിക്കാതിരിക്കുവോ? വിശ്വാസികൾ ദശാംശം കൊടുക്കാതിരിക്കുവോ? കാരണം ഉന്നത പദവിയിലിരിക്കുന്ന മനുഷ്യന് എത്ര ലക്ഷം ശമ്പളം വാങ്ങിക്കേണ്ടതാ, അതെല്ലാം റിസൈൻ ചെയ്തിട്ട് ആമേൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറയട്ടെ, ആമേൻ, ഞാൻ ദശാംശത്തെ കുറിച്ച് പറയുവാൻ പറഞ്ഞതല്ല. നിങ്ങൾ കൊടുക്കുമെങ്കിൽ നിശ്ചയമായും അനുഗ്രഹം പ്രാപിക്കും. കൊടുക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. കൊടുക്കുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടും. അവർക്കൊന്നിനും മുട്ടുവരത്തില്ല. ഞങ്ങളുടെ ആമേൻ സഞ്ചി നിറയുവാനല്ല, അത് നിങ്ങൾ സ്വർഗത്തിലെ അപ്പന് വേണ്ടിയാ ചെയ്യുന്നത്. സ്വർഗത്തിലെ അപ്പന് വേണ്ടിയാ ചെയ്യുന്നത്. ആമേൻ. ഈ ചെയ്യുന്നതും ഞങ്ങളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഇതിലെ ഒരൊറ്റ നന്മ പോലും എടുക്കുന്നത്. എന്നെ വ്യക്തിപരമായി അറിയാവുന്ന ഒത്തിരി ഫാമിലികൾ ഇതിനകത്തുണ്ട്. ആമേൻ. ലൈവിൽ എന്നെ കേൾക്കുന്നവരുണ്ട്. ആമേൻ. ഓരോ നന്മയും പ്രയോജനമുള്ള ഓരോരോ കരങ്ങളിലായി കർത്താവ് ഞങ്ങളങ്ങ് ഏൽപ്പിക്കും. ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ളത് കർത്താവ് കരുതും. ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ഒരു മിനിറ്റ് മുട്ടുമടക്കിയാൽ മതി. നിനക്ക് വേണ്ടതെല്ലാം ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതവണ്ണം കർത്താവ് ഞങ്ങൾക്കൊരുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹിസ്കിയാവിനെ ആമേൻ മരിച്ചു പോകുമെന്ന ആലോചന പറഞ്ഞ പ്രവാചകൻ വീണ്ടും ആമേൻ ഹിസ്കിയാവിനോട് പറയുകയാണ്, ആമേൻ, നിന്റെ ആയുസ്സിനെ ആമേൻ സ്വർഗത്തിലെ അപ്പൻ നീട്ടി തന്നിരിക്കുന്നു. അത് മാത്രമല്ല, പൂട്ടിക്കെട്ടുവാൻ പദ്ധതി ഒരുക്കി. ഇനി വേണ്ട, ഇനി ഒരു മുൻപോട്ടൊരു അല്പനിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല, വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആമേൻ വ്യക്തിയെ കർത്താവ് തൊട്ടുവെങ്കിൽ ആമേൻ അത് ആലയത്തിന് പ്രയോജനപ്പെടാൻ വേണ്ടിയാ. ആമേൻ. ഞാൻ ചിന്തിക്കുന്നു, ഞങ്ങളിവിടെ 2 ആഴ്ച ഇല്ലാതിരുന്നപ്പോൾ ഇതിനകത്ത് ഒത്തിരി വ്യത്യസ്തതകളെ കണ്ടു. പ്രത്യേക ആമേൻ ശശിങ്ങളെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ആമേൻ. അങ്കിളിനോട് സ്നേഹമുള്ളത് കൊണ്ട് ബൂസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കരുത്. ആമേൻ. ഇതിനകത്ത് നിന്ന് അങ്കിൾ പാടുമ്പോഴും ആമേൻ ഞങ്ങൾ ആമേൻ സമയം കിട്ടുന്നതിനനുസരിച്ച് അവിടെ ലൈവ് നോക്കും. നെറ്റ്വർക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ അവിടെ ഇരിക്കുന്നെങ്കിലും എൻ്റെ വാഞ്ച മുഴുവൻ ഇവിടെയാ. ഇവിടെ എങ്ങനെ പാട്ട് പാടി കാണും, ഇവിടെ എങ്ങനെ ആമേൻ മെസ്സേജ് പറഞ്ഞു കാണും, എന്തായിരിക്കും എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. പക്ഷേ ആമേൻ ഹല്ലേലൂയ, കർത്താവ് ഇതിനകത്ത് നിന്ന് ചിലതിനെയൊക്കെ പുറത്തു കൊണ്ടുവന്നു. സത്യം പറഞ്ഞാൽ ഒത്തിരി വർഷം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചതാണ് അങ്കിളൊക്കെ പാടുമ്പോൾ ആമേൻ എനിക്ക് ഫ്രണ്ട് ഇരുന്ന് കൈയടിച്ച് ആരാധിക്കണം. ഇന്ന് പ്രിയ മോള് ആമേൻ ആൻസി പാടിയപ്പോൾ ഞാനിവിടെ നിന്ന് ശരിക്കും കൈയടിച്ചോ. എനിക്ക് ഭയങ്കര ആത്മാവിൽ സന്തോഷം തോന്നി. കാരണം ഞങ്ങളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലും ആമേൻ അവർക്കൊക്കെ ആ ഒരു വാഞ്ച കൊടുത്തല്ലോ. ആമേൻ അവർക്ക് ആമേൻ ആ ഒരു ഉള്ളിൽ ആത്മഭാരം കൊടുത്തല്ലോ. എന്തായാലും നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിങ്ങൾ വളരെയധികം ഭംഗിയോടെ കൊണ്ടുപോകുക. എനിക്ക് അങ്കിളിനോടൊപ്പം പാടാനുള്ളൊരു കൊതി കൊണ്ടാണ് ആമേൻ അങ്കിൾ ഇവിടെ പാടിയ സമയം ഞാനിവിടെ ഓടി വന്ന് നിന്ന് പാടിയത്. കാരണം ആമേൻ ഒത്തിരി വർഷത്തെ പ്രാർത്ഥന, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള ആലോചനയാ കഴിഞ്ഞ 2 ആഴ്ചയായി ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടിരുന്നത്. ആൻറ്റിക്ക് അറിയാമെന്ന് തോന്നുന്നു, ഞങ്ങൾ ഇവിടെ അങ്കിളൊക്കെ വർഷിപ്പിന് നിന്ന സമയത്ത് ആമേൻ ഞങ്ങൾ അവിടെ ഇരുന്ന് ട്രെയിൻ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞ ആമേൻ കാര്യം ഇതാണ്. ആമേൻ ഏകദേശം ഞാൻ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയം, അപ്പോൾ എനിക്ക് എത്ര വയസ്സായി കാണും? 14 വയസ്സായി. ഇന്നെനിക്ക് 34 വയസ്സായി. ആമേൻ എത്ര വർഷം വാഗ്ദത്തം നിവർത്തീകരിക്കാൻ കാത്തിരിക്കേണ്ടി വന്നു. ആമേൻ ഹല്ലേലൂയ. ഒരു 19 വയസ്സുള്ള ആമേൻ ഒരു ജിജു എന്നുള്ളൊരു ദൈവദാസൻ ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ 2 പേരെയും വിളിച്ച് ദൂത് പറഞ്ഞത്, ആമേൻ ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ചില കൊയർ ടീമുകളെ എഴുന്നേൽപ്പിക്കും. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ. അന്ന് കേട്ട് ചിലരൊക്കെ അത് കളഞ്ഞു, പക്ഷെ ഞങ്ങൾ കളഞ്ഞില്ല. അത് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ആമേൻ ഹല്ലേലൂയ. വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ചിലതിനെയൊക്കെ കർത്താവ് മുളപ്പിച്ചുകൊണ്ട് ലോകം പറഞ്ഞു അതിനി ഒരിക്കലും സംഭവിക്കത്തില്ല. പക്ഷേ ആമേൻ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. എൻ്റെ മാതാപിതാക്കളോടും ആമേൻ ഒത്തിരി ഭക്തന്മാർ പറഞ്ഞു. ആമേൻ ഞാൻ അന്ന് ആമേൻ എൻ്റെ അനുഭവം ഞാൻ അവിടെ പറയാനും കാരണം ഇതാ. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി ഭക്തന്മാർ ദൂത് പറഞ്ഞു, നീ ഒത്തിരി സ്റ്റേറ്റുകളിൽ പോകും, നീ ഒത്തിരി രാജ്യങ്ങളിൽ പോകും, ആമേൻ നീ ആമേൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കും. അന്നൊക്കെ ഇതിനെയൊക്കെ വലിച്ചു കീറി
ആമേൻ അപ്പനെയും അമ്മയും ആമേൻ വഴക്ക് പറഞ്ഞ് ഇതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ ഞാൻ ആമേൻ ഹല്ലേലൂയ ജാബുവ ഗ്രാമത്തിനകത്ത് ആദിവാസികളുടെ ഇടയിൽ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാനിങ്ങനെ അവരോട് ആമേൻ ഇപ്രകാരം പറഞ്ഞു, അന്ന് വലിച്ചു കീറാൻ നിന്ന പുസ്തകവുമായിട്ടാ ഞാനിന്ന് ദൈവത്തിൻ്റെ നാമം നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് കേട്ടാൽ, വർഷങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കളോട് ഭക്തൻ പറഞ്ഞ ദൂത, അങ്ങനെയെങ്കിൽ ഇന്ന് പകല് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ലൈവിലായിരിക്കുന്നവരോടോ ആമേൻ ഭക്തന്മാർ എന്ത് ആലോചന പറഞ്ഞോ അത് ഇന്നല്ല നാളെ ആയാലും ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് വരും നിശ്ചയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർ ചിന്തിക്കുന്നുണ്ട് അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വരുമോ? ആ സംശയത്തെ മാറ്റിക്കളോ. നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വർഷങ്ങളോളം നീ ആ വാഗ്ദത്തം കാണും, നീ ആ വാഗ്ദത്തം അനുഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വാഗ്ദത്തം കേട്ട് നമ്മൾ മാറിപ്പോയാലും ആമേൻ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ വാക്ക് മാറത്തില്ല. ഇന്ന് പകൽ നമ്മൾ കേട്ടു വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറത്തില്ല. അതെ, നിശ്ചയമായും വാഗ്ദത്തം ചെയ്തവൻ അവൻ ഒരിക്കലും വാക്ക് മാറത്തില്ല. ആമേൻ ഹല്ലേലൂയ. ദൈവം ചില മരണക്കിടക്കകളെ കർത്താവ് മാറ്റി. ആമേൻ ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മിടുക്കോ ഒന്നുമല്ല, ആമേൻ കർത്താവിൻ്റെ സ്നേഹം. ആമേൻ ഹല്ലേലൂയ. ദൈവം അതുകൊണ്ടാണ് ഞങ്ങളെ അവിടെ കൊണ്ടുപോയത്. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഞങ്ങളവിടെ കടന്നു പോയത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നഷ്ടമൊന്നും സംഭവിച്ചില്ല. ഈ 16 ദിവസവും ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് ഞങ്ങൾ ഒരുപാട് തിരിച്ചറിയുവാനിടയായി. ആമേൻ ഞാൻ വിശ്വസിക്കുന്നു അത് കുടുംബങ്ങൾക്കകത്തും വെളിപ്പെടുവാനിടയായി. എന്തായാലും ആമേൻ നമ്മൾ ഇറങ്ങിത്തിരിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. നമ്മുടെ ലക്ഷ്യം ഒന്നായിരിക്കണം. ആമേൻ എൻ്റെ കുടുംബം എന്നോടൊപ്പം വേണം. ഒന്ന് താഴുവാൻ കഴിയുമെങ്കിൽ താഴുവാൻ തയ്യാറാകണം. ഒന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ഒരു വാക്കിന് മുമ്പിലെങ്കിലും ക്ഷമിക്കുവാൻ കഴിയുമെങ്കിൽ ക്ഷമിക്കുവാൻ തയ്യാറാകണം. ഒരു വാക്കുകൊണ്ട് ആമേൻ വർഷങ്ങൾ നമുക്ക് നഷ്ടമായി പോകും. അങ്ങനെ ഒരു വ്യക്തിയുടെ വാക്ക് ഞാൻ അവസാനം കേൾക്കുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് എൻ്റെ ഒത്തിരി നല്ല വർഷങ്ങൾ കളഞ്ഞുപോയി. ആമേൻ ഈ നഷ്ടമായ ദിവസങ്ങളൊന്നും പിന്നെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ആമേൻ ഹല്ലേലൂയ. നഷ്ടമായി പോയ ആരോഗ്യം, നഷ്ടമായി പോയ നല്ല നാളുകൾ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. കിട്ടിയ സമയം നമ്മളെ കുടുംബത്തെ സ്നേഹിച്ച് നമ്മളെ മക്കളെ ചേർത്ത് നിർത്തി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറാണോ? കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. കർത്താവ് നമ്മളെ മാനിക്കുവാനിടയായിത്തീരും. ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ആമേൻ 10 മിനിറ്റ് ആൻറ്റിയോട് ആമേൻ കർത്താവ് സംസാരിച്ചതും ആമേൻ ഹല്ലേലൂയ അവിടുത്തെ ചില അനുഭവങ്ങളും ആമേൻ ആൻറ്റിയോട് എന്താണ് കർത്താവ് സംസാരിച്ചത്, ആൻറ്റിക്ക് അവിടെ പോയപ്പോൾ എന്താണ് ആൻറ്റിയുടെ ജീവിതത്തിൽ ആൻറ്റിക്ക് മനസ്സിലായത്, എന്ത് വ്യത്യാസമാണ് കർത്താവ് വരുത്തിയത്, അത് ആൻറ്റിയുടെ നാവിലൂടെ നമുക്ക് കേൾക്കുവാൻ കർത്താവ് സഹായിക്കും. ആൻറ്റി ദയവായി മുൻപിലോട്ട് കടന്നു വരുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രമെങ്കിലും സ്തോത്രം ഞാൻ ഒരു 2 വരി പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാം, നാളിതു പോരാം, ആയുസുമിതു പോരാം. നാളിതു പോരാം, നാവിതു പോരാം, ആയുസുമിതു പോരാം. ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിത പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേൻ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാം, നാളിതു പോരാം, ആയുസുമിതു പോരാം. നാവിതു പോരാം, നാളിതു പോരാം, ആയുസുമിതു പോരാം.
ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് നിറഞ്ഞിറത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 ആഴ്ച കാലം ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, സഭയ്ക്ക് അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സ്തോത്രം പ്രിയ വിജിമോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആൻറ്റി നമുക്ക് സ്തോത്രം മധ്യപ്രദേശത്ത് വരെ കടന്നു പോകണം, ശുശ്രൂഷയ്ക്കായി കടന്നു, ആൻറ്റി വരാമോ എന്ന് എന്നോട് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ഞാനൊന്ന് പറയട്ടെ, എൻ്റെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. സ്തോത്രം. ഒന്ന്, സാമ്പത്തികമില്ല. സ്തോത്രം. 2, വീട്ടിലെ അവസ്ഥകൾ. സ്തോത്രം. അങ്ങനത്തെ ഒരുപാട് പ്രതികൂലത്തിലൂടെയാണ് കടന്നു പോയത്. അതുകൊണ്ട് കടന്നു പോകണമെന്നുള്ള യാതൊരു വിധമായ സാധ്യതകളുമില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഞങ്ങൾ കടന്നു പോകണം എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് സ്തോത്രം ഞാനൊന്നും ചിന്തിക്കാതെ പറഞ്ഞു ഞാൻ കടന്നു വരാമെന്ന് പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് കടന്നുപോയ സമയം മുതൽ കർത്താവിൻ്റെ വലിയ ഹല്ലേലൂയ സാന്നിധ്യം ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. അതുപോലെ ഇവിടുന്ന് ഞാൻ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചൊരു വചനം, 2 വചനം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 45 സ്തോത്രം 2-ാം അധ്യായം. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാദികളെ തകർത്ത് ഇരുമ്പ് അടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 49-ാം വാക്യം 9-ന്റെ 2-ാം വാക്യം. അവൻ സ്തോത്ര ഹല്ലേലൂയ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കെ അമ്പാക്കി തൻ്റെ പൂണിൽ മറച്ചു വെച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ വചനമാണ് പരിശുദ്ധാത്മാവ് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചു വിശ്വസിച്ചു പോകുവാൻ തയ്യാറായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ ഇവിടുന്ന് കടന്നു പോകുന്നതിൻ്റെ എൻ്റെ വീണമോടെ കുഞ്ഞിന് ഒട്ടും വയ്യായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവന് പനിയാൽ വളരെ ശ്വാസം കൊണ്ടൊക്കെ വളരെ ചുമയിലൊക്കെ വളരെ ഭാരപ്പെട്ടു. അന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അന്ന് തലേ ദിവസം വൈകിട്ട് തൊട്ട് വീണമോൾക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എങ്ങനെ പോകും, കുഞ്ഞിനൊട്ടും വയ്യല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും കർത്താവിൻ്റെ എനിക്കൊരു എൻ്റെ ചേട്ടനും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം, എന്നോട് സഹകരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, പ്രാർത്ഥനയെന്ന് കേൾക്കുമ്പോൾ ഞാൻ എടുത്ത് ചാടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ദൈവമക്കളെ കർത്താവിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ മനസ്സലിവാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് യാതൊരു യോഗ്യതയും എനിക്ക് പറയാനില്ല. എനിക്ക് ഇന്ന ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ എനിക്കില്ല. വിദ്യാഭ്യാസമില്ല, കഴിവില്ല, പണമില്ല, യാതൊരു ക്വാളിറ്റിയോ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് പറയുവാനില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ കണ്ടുമുട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവനോടെ എൻ്റെ കുടുംബത്തെ ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ കഴിവൊന്നുമല്ല, എൻ്റെ പുണ്യപ്രവൃത്തി ഒന്നുമല്ല, എൻ്റെ യാതൊരു ക്വാളിറ്റിയും അല്ല. സർവശക്തനായ ദൈവത്തെ ഞങ്ങൾ കാണുവാനിട ദൈവത്തെ പല അവസരങ്ങളായിട്ട് ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് സ്തോത്രം ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ട ആലോചനകൾ തന്നത് മുഖാന്തരം അനേക ഭക്തന്മാരുടെ പ്രാർത്ഥന മുഖാന്തരമാണ് ഞങ്ങൾ ജീവനോടെ ഈ ഭൂമിയിൽ ഇരിക്കുന്നത്. പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ് ദൈവത്തിന് സ്തോത്രം. എന്നാൽ വീണമോൾക്ക് വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ വിചാരിച്ചു ദൈവമേ എന്നാലും പോകണമല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ പോയി. സ്തോത്രം. എന്നാൽ ഞങ്ങൾ പോയ സമയത്തെല്ലാം ഞങ്ങളുടെ യാത്രയിലെല്ലാം കർത്താവിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എത്തേണ്ട സമയത്ത് എത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഒരുപാട് അത്ഭുതം. ആ പാട്ട് എനിക്ക് ദൈവം തന്ന പാട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ചെയ്തത് ഓർത്ത് കഴിഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയാൻ നാളും പോരാ, ആയുസ്സും പോരാ, ഒന്നും പോരാ. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കടന്നു ചെന്ന സമയം മുതൽ എന്നാലും ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു ദേവദാസൻ്റെ വീട്ടിലാണ് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്തോത്രം. വിജിമോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. സ്തോത്രം. എങ്കിലും ഇങ്ങനെ ഒരു കുടുംബത്തിലാണ് ഞാൻ പോകണമെന്ന് ഞാൻ സ്വപ്നം കണ്ടതല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ ചെന്ന് സ്തോത്രം ഞങ്ങൾക്ക് കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷ അനുഭവിപ്പാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഒരുപാട് വൻ കാര്യങ്ങൾ, ഒരുപാട് വ്യത്യസ്തമായ വ്യക്തികളെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അനേക കുടുംബങ്ങളുടെ ബന്ധനത്തെ അഴിക്കുവാൻ പ്രിയ ഭജനത്തെ ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. ഭൂതങ്ങൾ അലറി ഓടുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നന്ദി പറയുന്നു. അവിടെയൊക്കെയും കർത്താവിൻ്റെ കരം ഞങ്ങളുടെ കൂടെ നിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ ചില സംസാരങ്ങൾ ഉണ്ടായെങ്കിലും കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളെ ദൈവം തമ്പുരാൻ നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു കൊച്ചു കുഞ്ഞ് ഒരാലോചന എന്നോട് പറഞ്ഞാലും ഞാനത് ചാടിപ്പിടിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനം 20 വാളാണ്. സ്തോത്രം. അത് അനേകരെ പണിയുന്നതാണ്, അനേകരെ സ്തോത്രം നിർത്തുന്നതാണ്, തകർത്ത് കളയുന്നതല്ല. അത് അങ്ങനെ ഞങ്ങളുടെ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിപ്പാനിടയായി. ഒരുപാട് വ്യത്യസ്ത അനുഭവത്തിലൂടെ ദൈവം കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തു. പരസ്പരം
പരസ്പരം ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ ഒരു നിമിത്തമായിരുന്നു, അതൊക്കെ ഒരു ദൈവപ്രവൃത്തിയായിരുന്നു. ദൈവവചനം പറയുന്നു, രണ്ടുപേർ ഐക്യതയോടെ ചോദിക്കുന്ന വിഷയത്തിൽ മറുപടി തരാമെന്ന് പറഞ്ഞ ദൈവം ഞങ്ങൾ ഐക്യതയോടെ അവിടെ നിന്നത് മുഖാന്തരം എന്തോ ചെയ്തു, ദൈവം അനേക കുടുംബങ്ങളിലെ മരണം മാറിപ്പോകുവാനിടയായിത്തീരുന്നു. ആ ദേവദാസന്റെ കുടുംബത്തിലെ മരണത്തെ സ്വർഗത്തിലെ ദൈവം എടുത്തു മാറ്റുവാനിടയായിത്തീരുന്നു. കർത്താവ് പറഞ്ഞ വചനം ഇതാണ്, ഞാൻ നിനക്ക് മുൻപായി കടന്നു ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്ര കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലിയെ കണ്ണിക്കുമെന്ന് പറഞ്ഞ ആ വചനത്തിലെ ശക്തി ഞങ്ങൾ അത് അനുഭവിച്ചറിയുവാൻ തക്കണം സ്വർഗത്തിലെ ഇടയാക്കി തീർത്തു. ആ പൈത ദൈവം ഉപയോഗിക്കുവാനിടയായി ആ കുടുംബത്തിൻ്റെ മരണത്തെ സ്വർഗത്തിലെ ദൈവം മാറ്റുവാനിടയിൽ തീർന്നു. ദേവദാസി പറഞ്ഞതുപോലെ ആ ദേവദാസൻ്റെ കാര്യം ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ ഉന്നത കുടുംബമാണ്, ഒരു വലിയ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു ദേവദാസന കുടുംബമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ ഞാൻ ഒന്ന് പറയട്ടെ, നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു കൃപ നിനക്ക് തന്നെങ്കിൽ, ഒരു ശുശ്രൂഷിക്കാൻ ഒരു കൃപ നിനക്ക് തന്നെങ്കിൽ പിശാച് അടങ്ങിയിരിക്കത്തില്ല. നീ ഒരു കുടുംബത്തിൽ പോയി പ്രാർത്ഥിക്കുന്നെങ്കിൽ, നീ ഒരു ദേശത്ത് കാല് കുത്തുന്നെങ്കിൽ ഒരിക്കലും പിശാച് അടങ്ങിയിരിക്കത്തില്ല. അങ്ങനെ ഒരു ജാഗ്രത നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്നവർ ഒട്ടുമിക്കാൽ പേരും ശുശ്രൂഷകരാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിളിക്കപ്പെട്ടവരനെ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം പേരാണ്. ചുരുക്കം പേരുടെ കൂട്ടത്തിൽ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം പണിയെ തന്നെ ഒരു ഭക്തനെ, ദൈവമക്കളെ, ദേവദാസന്മാരെ, ദേവദാസിമാരെ, ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു ശത്രുവിനും ദൈവം വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിന് അറിയാം ആരെ അവിടെ അയക്കണമെന്ന്. കർത്താവിന് നല്ലതുപോലെ അറിയാം. ദൈവം അവരെ അയച്ചെന്തോ ചെയ്യും, ആ കുടുംബത്തെ പുറത്തു കൊണ്ടുവരുവാൻ തക്ക വേണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കും. ദൈവത്തിന് മഹത്വം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുകയാൽ കർത്താവ് ശക്തമായി ഉപയോഗിക്കുവാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അവൻ അങ്ങനെ ആ ഭവനത്തിനകത്ത് വലിയ വിടുതൽ ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടയായി തീരും. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടലുണ്ട്. ഒരു ബലൂണ് വീർത്ത് എപ്രകാരം നിൽക്കുമോ അത് എപ്പോൾ പൊട്ടണമെന്ന് ചിന്തിച്ച് നിൽക്കും. ഇതുപോലെ ഞങ്ങൾ അതിനകത്ത് വീർപ്പ് മുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇട്ടേച്ച് പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥ. 3-4 ജീവിതങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ട് പോയിട്ട് മിണ്ടാൻ പറ്റുന്നില്ല. വല്ലാത്ത വീർപ്പ് മുട്ടൽ. ആൻറ്റിയോട് ആ സിസ്റ്ററോട് തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല, പാസ്റ്ററോട് സംസാരിക്കാൻ പറ്റുന്നില്ല, മോളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവരാരെങ്കിലും പാസ്റ്ററോട് സംസാരിക്കുന്നത് ദേവദാസി കണ്ട അത് വിഷയമാണ്, ദേവദാസിയോട് സംസാരിക്കുക പാസ്റ്റർ കണ്ട അത് വിഷയമാണ്, മോളോട് സംസാരിച്ച് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും വിഷയമാണ്. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയെ ദൈവം ഞങ്ങളെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീരുന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഒരു ഭക്തൻ ഹല്ലേലൂയ ഏലിയാവ് പറഞ്ഞതുപോലെ, മതി യഹോവേ എൻ്റെ ജീവനെ എടുക്കണമേ, ഞാൻ പിതാക്കന്മാരെ പോലെ നല്ലവനല്ലോ എന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ആ ദൈവദാസൻ പറയുന്നത് കേൾക്കുവാനിടയായി ഞങ്ങൾ വല്ലാത്ത അവസ്ഥയായിത്തീർന്നു. ഞങ്ങൾ വല്ലാതെ വേദനിക്കുവാനിടയായിത്തീർന്നു. എങ്കിലും ഞങ്ങളെ അയച്ചത് ആരാ? ഞങ്ങളെ അയച്ച ദൈവമാ. ഞങ്ങളെ അയച്ചത് കർത്താവാ. കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് ഞങ്ങൾ അയച്ചത് കൊണ്ട് എന്തോ ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനം വെളിപ്പെടുവാനിടയായിത്തീരുന്നു. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ ഞങ്ങൾക്ക് അനുഭവപ്പാൻ തക്കണം ഇടയായിത്തീരുന്നു. ഞങ്ങളെ കൂടെ കൊണ്ട് നടന്ന പല സ്ഥലത്തും ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളെ കാണിക്കുവാനിടയായിത്തീരുന്നു. ദേവദാസി പറഞ്ഞതുപോലെ അനേക വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായിത്തീരുന്നു. സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും പാപത്തിൻ്റെ ചതിയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന കാണുകയുള്ള ഭാഗ്യം എനിക്കും എൻ്റെ കർത്താവ് തരുവാനിടയായിത്തീരുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. വ്യത്യസ്തമായുള്ള ആരാധന കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ദൈവം വലിയവനാ. കർത്താവ് പോകാൻ പറഞ്ഞ നമ്മൾ പോകാൻ. നമ്മുടെ വീട്ടിലെ സാഹചര്യം ഒരിക്കലും ഒരു ദൈവഭക്തന് ലോകം അനുകൂലമല്ല, കുടുംബത്തിനകത്തുള്ളവർ അനുകൂലമല്ല, ചുറ്റുപാട് അനുകൂലമല്ല. സഭയ്ക്കകത്ത് നിനക്ക് എഴുന്നേൽക്കും. അല്ലെങ്കിൽ നിന്റെ മേലുള്ള അഭിഷേകം അത്ര വലുതാണ്. നിന്റെ മേൽ എത്രമാത്രം അഭിഷേകം വലുതാണോ അത്രമാത്രം പ്രതികൂലം കടന്നു വരും. ഭവനത്തിനകത്ത് നിന്ന് എഴുന്നേൽക്കും, സഭയ്ക്കകത്ത് നിന്ന് എഴുന്നേൽക്കും, ദേശത്ത് നിന്ന് എഴുന്നേൽക്കും, നിന്റെ കൂട്ടുകാരിൽ നിന്ന് എഴുന്നേൽക്കും. ഹല്ലേലൂയ. എന്നാൽ ഇവിടെയൊക്കെ ഇന്നത്തെ ഒരു കരം, ദൈവത്തിൻ്റെ ഒരു കരം നമ്മോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്നു, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ തകർന്നു പോകുന്നു. ഹല്ലേലൂയ. മുഖത്തെ തകർന്ന ഒരു അഭിഷേക ദിവസം നമുക്ക് ആവശ്യമാണ്. ആ അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങൾ അനുഭവിച്ചറിയാനിട ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ പുണ്യപ്രവൃത്തിയോ ഞങ്ങളുടെ ക്വാളിറ്റി കൊണ്ടൊന്നും അല്ല ആ വിടുതൽ അവിടെ വരുവാനിടയെത്തുന്നത്. കർത്താവ് നിങ്ങൾ അഭിഷേകം ചെയ്ത് വിട്ടതാ. അഭിഷേകം നിന്റെ മേലുണ്ടോ, നീ പോകുന്നിടത്തെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ കർത്താവ് ഞങ്ങളെ പോയെടുത്തല്ല. ഇവിടെ നിന്ന് പലരും ഞങ്ങളെ വിളിക്കുവാനിട, ഇവിടെ ഉള്ളവർക്കെല്ലാം സഹോദരങ്ങൾക്കെല്ലാം പേടിയായിരുന്നു. ബേബിയാനെ ഞങ്ങളെ വിളിച്ചു, പലരും ഞങ്ങളെ സഹോദരങ്ങളൊക്കെ പലരും ഞങ്ങളെ വിളിച്ചു. ഞങ്ങളുടെ വിഷയം എന്തായിത്തീർന്നു, അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുവാണല്ലോ, എന്തായാലും പലരും ഞങ്ങളെ വിളിക്കുവാനെടുത്ത് ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെയൊക്കെ കർത്താവ് ഞങ്ങളെ നടത്തി. ഞങ്ങൾക്ക് ഒരു ഭയവും ഉണ്ടായില്ല. ഞങ്ങളുടെ യാത്രയിലെല്ലാം, ഞങ്ങളുടെ പോക്കിൽ വരവിലെല്ലാം ദൈവത്തിൻ്റെ കാര്യം ഞങ്ങളുടെ കൂടെ ഇരുന്നു. ഹിന്ദുക്കളെ സ്തോത്രം അല്ലെങ്കിൽ ഹൈന്ദവ ആയിട്ട് താമസിക്കുന്ന വലിയൊരു കൂട്ടത്തിന് നടുവിലാണ് ഞങ്ങളെ വിട്ടത്. അവിടെ വിശ്വാസികളൊന്നുമല്ല. ഞങ്ങൾ പോയിടത്തെല്ലാം ദൈവദാസിക്ക് അറിയാം. ഞങ്ങൾ പോയിടത്തെല്ലാം
ക്ഷേത്രത്തിന് ഞങ്ങൾ 3-4 വീട്ടിൽ ഞങ്ങൾ ഒരു ദിവസം കടന്നു പോയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഈ ചേർന്ന് നിൽക്കുന്ന ആ വീടിൻ്റെ ഭാഗത്ത് ചേർന്ന് ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തെ തൊട്ടടുത്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു പോയത്. അവിടുത്തെ ഒരു അനുഭവമാണ്. ഒരു മോൻ അതിനകത്ത് ഒരു റൂമിനകത്ത് അടച്ചിരിക്കുന്ന അവസ്ഥ ദേവദാസി പറയാനിടയിൽ ആ ക്ഷേത്രത്തെ തൊട്ടടുത്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയത്. സത്യം പറഞ്ഞാൽ സ്തോത്രം, എത്ര ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും അതിലെ പല ഭവനങ്ങളിലും അവിടെ ദൈവം അവിടുന്ന് രാത്രികാലം വിടുതലയക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. യേശോപ്പ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. അതൊക്കെ കർത്താവരെ സ്നേഹിക്കുന്നു. ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, കുഞ്ഞുങ്ങളെ, സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നീ ഒരു ഗ്ലാസ് പച്ചവെള്ളം ദൈവനാമത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? നീ ഒരു വ്യക്തിയെ നീ അണച്ചിട്ടുണ്ടോ? എൻ്റെ അപ്പൻ ആർക്കും അത് കടക്കാരനല്ല. അമർത്തി കുലിക്കുന്ന നല്ലൊരളവ് ദൈവം നിൻ്റെ കയ്യിൽ തരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ എന്നോട് പലരും വിളിച്ച് ചോദിച്ചു, ദൈവത്തിന് ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല, ഞങ്ങൾ വിളിച്ച് സംസാരിക്കാനൊക്കെ ഇടയായിത്തീർന്നു. അതിൻ്റെ പിന്നിലും ഞങ്ങൾക്ക് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ദൈവമക്കളെ, ഇവിടെ ഒരു കൂട്ടം സാധുക്കളാണ് ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. നിങ്ങളുടെ ആ പ്രാർത്ഥന ഞങ്ങൾക്ക് അതൊരു കോട്ടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഇനി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിന് നന്ദി പറയുന്നു. അല്പസമയം ദൈവസ്ഥാനം നിൽക്കുവാൻ തക്കവേണം, സാക്ഷ്യം പറയുവാൻ തക്കവേണം. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി, അത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല. അത്രമാത്രമാണ് ദൈവം ഞങ്ങളെ നടത്തിയത്. ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു വന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുവാൻ സ്വർഗത്തിലെ ഇടയാക്കി. ഹാലേലൂയ. 1.25 വയസ്സുള്ള കുഞ്ഞിനെ ഇട്ടിട്ട് ആരും പോകത്തില്ല. പോകുന്നത് അസാധ്യം, ആരും സമ്മതിക്കത്തുമില്ല. എന്നാൽ ആ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ വീടിനെ ദൈവമക്കളൊന്ന് ഓർത്ത് നോക്കി. അവർ മരിച്ചാൽ മതി. ആ ദേവദാസൻ പറഞ്ഞത് മരിച്ചാൽ മതി. ഞങ്ങളെ 4 പേരുടെ ജീവനൊന്നും നിങ്ങൾ ചിന്തിക്കുന്ന പോലുള്ള ഒരു കുടുംബം അല്ല അവർ. അത്രയോ ദൈവദാസന്മാർ പുള്ളിയുടെ കീഴിൽ നിൽപ്പുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അവിടെ ഒരു കുറവുമില്ലാത്തൊരു ഭവനമാണ്. പക്ഷേ സമാധാനം എന്ന് പറയുന്നത് ആ ഭവനത്തിനകത്തില്ല. സ്തോത്രത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസങ്ങൾ ദൈവമക്കളെ എനിക്കൊന്ന് നിങ്ങളോട് പറയുവാനുണ്ട്. നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. സ്തോത്രം. നമ്മൾ ജാഗ്രത, നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങിയവരാണ്. ഞാൻ എന്തിനാണ് പോയത്? ഒരു പ്രാർത്ഥനയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ദൈവത്തെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, പച്ചമരം എന്നോട് ഇത്രയധികം ചെയ്തെങ്കിൽ ഉണങ്ങിയ മരം നിങ്ങളോട് എത്ര അധികമെന്ന്. എൻ്റെ കർത്താവ് പച്ച മരമായിരുന്നു. ആ കർത്താവിനോട് ഇത്രയധികം ചെയ്താൽ നമ്മൾ ഈ ഉണങ്ങിയ മരം നമ്മളെ എത്രയധികം പിശാച് നമ്മളെ ഇട്ട് പാറ്റും. പത്രോസിനെ ഗോതമ്പ് പാറ്റുന്ന പോലെ പലവട്ടം പാറ്റുവാൻ ചോദിച്ചാൽ വിട്ടുകൊടുത്തില്ലെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളെ വിടുവോ? ദൈവമക്കളെ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. ദൈവം ധാരാളമായി എനിക്ക് ഒത്തിരി ഒന്നും കൂടുതലായി ഞാൻ പറയുന്നില്ല. കാര്യം പറയാൻ കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക മല പോലെ. എൻ്റെ കർത്താവ് ഹാലേലൂയ വചനങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് തന്നുകൊടുക്കണം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണമ്മയുടെ ആ ശ്വാസമുട്ടൽ മാറുവാൻ തക്കനിടയായി തീർന്നു. അത് കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം. നോക്കണേ, വിടാതിരിക്കാൻ വേണ്ടി പിശാച് പദ്ധതികൾ ഒരുക്കുക. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരുപാട് പ്രതികൂലം കടന്നു വരുവാൻ ഇടയായി തീർന്നു. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ മോളോട് പറഞ്ഞു, മക്കളെ, ഇത് വേറൊന്നുമല്ല, നമ്മളെ ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി പിശാച് നമ്മളെ ചുരുക്കുക. വർഷങ്ങളായി എൻ്റെ പ്രിയപ്പെട്ട 90 ഇവിടെ ജോലിക്ക് വന്നതാണ്. ഇവിടെയുള്ള സിറ്റിയിലെ കുറേ യാത്രകളും റോഡുകളും എനിക്കൊന്നും അറിയത്തില്ല ദൈവമക്കളെ. പക്ഷേ ചേട്ടൻ അറിയാം. അങ്ങനെ തെറ്റേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പിശാച് എന്തോ ചെയ്തു, ഞങ്ങളെ ഇട്ട് വട്ടം കറക്കി. വല്ലാത്തൊരു ആക്സിഡൻറ്റ് കൊണ്ട് ഇടിച്ച് ചത്തുപോയെങ്കിൽ അല്ലെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പക്ഷേ ഞങ്ങളെ വിടാതിരിക്കാൻ വേണ്ടി പിശാച് പദ്ധതി ഒരുക്കിയതാണ്. എന്നാൽ കർത്താവിൻ്റെ പദ്ധതി ആയിരുന്നു ഞങ്ങളവിടെ ചെല്ലണമെന്നും ആ ദൈവദാസൻ്റെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്നുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഞാനൊന്ന് പറയട്ടെ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മോനാണോ? നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മോളാണോ? നിന്നെ തകർത്തുള്ള ഒരു ശക്തിക്ക് നീ വിട്ടുകൊടുക്കത്തില്ല. ദൈവം ആരെങ്കിലും ആ സമയത്ത് ദൈവം അവിടെ അയക്കുക തന്നെ ചെയ്യുവാൻ യാതൊരു സംശയമില്ല. അതിൻ്റെ ആ ഒരു തെളിവാണ് ഞങ്ങളവിടെ പോയി കാണുവാൻ ഇടയായിത്തീർന്ന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയത്തില്ല കർത്താവ് ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി ഇവിടെ വെളിപ്പെടും. ഞങ്ങളുടെ ജീവിതത്തിനകത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ഞാനൊന്ന് വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം ആശ്രയം ഉറപ്പിച്ച കർത്താവ് എൻ്റെ ഹല്ലേലൂയ പൈതനെ കൊണ്ടുവരുമെന്ന് ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നുണ്ട്. ദൈവമേ, തന്നെ വചനം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്ന എൻ്റെ ഉള്ളത്തിൽ പ്രസാദമില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കഷ്ടത വന്നാലും കടം വന്നാലും ദാരിദ്ര്യം വന്നാലും നിൻ്റെ തലമുറ പിന്മാറിപ്പോയാലും ദൈവം തമ്പുരാൻ നിശ്ചയമായിട്ട് സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. നമ്മളെ തകർത്ത് കളയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവമക്കളെ നമ്മളെ വിട്ട് കൊടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങളെ തകർന്നു പോകണമായിരുന്നു. എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ വേണം
കൊണ്ടുവന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചത് സഭയോട് ചേർന്ന് ദൈവദാസന്മാർ ഭക്തന്മാരോട് ചേർന്ന് നിന്നു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ട ആലോചന തന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ അനേക ഭക്തന്മാരെ, ഹല്ലേലൂയ, ദൈവമക്കളെ ദൈവദാസന്മാരെ അവിടങ്ങളായിട്ട് ദൈവം ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നു. എൻ്റെ പ്രിയ പൈതലെ, ഞങ്ങളെ ചേർത്ത് പിടിക്കുവാനിടയായി തീർന്നു. സഭ ഞങ്ങളെ ചേർത്ത് പിടിക്കുവാനിടയായി തീർന്നു. പലവട്ടം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. പിന്നെയും ഞങ്ങളിവിടെ കൊണ്ടുവന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. ദൈവമക്കളെ, നമുക്കാണ് തെറ്റ് പറ്റുന്നത്, ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. ദൈവം കൊണ്ട് ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട്. പിന്നെയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, നിലനിൽപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കും. അതുപോലെ ഈ ദേശത്ത് അനേകരും നശിച്ചു പോകുന്നുണ്ട്. നിശ്ചയമായിട്ട് പ്രാർത്ഥിച്ചാൽ, കരഞ്ഞാൽ, ദൈവസ്ഥാനം നിങ്ങൾ മുട്ടുമടക്കാൻ തയ്യാറായാൽ നിശ്ചയമായ ഒരു കൂട്ടം ഞാൻ ഈ ദേശത്ത് നിന്ന് വിടുവിക്കപ്പെടും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിടുവിക്കപ്പെടും. നമ്മളെ അനാഥരായി വിടത്തില്ല. ലോക അവസാനത്തെ എല്ലാം നാളെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ അരിമ നാഥൻ നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും സമയം ദൈവത്തിന് ഒരു സാക്ഷിയായി നിൽപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തെ ഞാൻ ഇരുന്നു കൊള്ളുന്നു. എല്ലാവർക്കും ഒരു നിമിഷം തലമുട വണക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി കർത്താവെ മധ്യപ്രദേശിൽ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് കർത്താവെ ദൈവമേ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ഞങ്ങളുടെ വിശ്വാസ കുടുംബങ്ങളോടൊപ്പം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ലൈവിലായിരിക്കുന്നവരോടൊപ്പം ഈ ഹാളിനകത്തും ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ടു. കുടുംബത്തിനകത്ത് കൂട്ടുകെട്ടുകളെ ഉണ്ടാക്കി കുടുംബത്തെ പൊളിക്കുന്ന പിശാച്, ആ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് പുറത്തു വരുവാൻ ഓരോ കുടുംബങ്ങളെയും കർത്താവ് സഹായിക്കണം. അങ്ങേൽപ്പിച്ച കുടുംബം, അങ്ങേൽപ്പിച്ച തലമുറകൾ, അങ്ങേൽപ്പിച്ച ശുശ്രൂഷകൾ അത് ഏറ്റവും അനുഗ്രഹത്തോടുകൂടെ ആമേൻ ചെയ്യുവാൻ കർത്താവ് അങ്ങ് സഹായിക്കണം. ഈ ജനങ്ങളിൽ മേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ മാറട്ടെ, അവരുടെ കഷ്ടതകൾ മാറട്ടെ. ആമേൻ. വിവാഹപ്രായമായിരിക്കുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹലോചനകൾ കടന്നു വരട്ടെ. ഇവരിലെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കുടുംബജീവിതത്തിൻ്റെ തകർച്ചകളെ കർത്താവ് പണിയണമേ. കുഞ്ഞു തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കണം. ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുടെ തൊഴിൽ മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാം നന്മകളാലും കർത്താവ് അങ്ങ് നിറയ്ക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.